അപ്പോൾ അടുത്ത സെക്ഷൻ സ്പെഷ്യൽ നോട്ടീസ്. ഇതേ ഈ സെക്ഷനിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാനില്ല. ഈ സാധനം വീണ്ടും ഇനി ഓഡിറ്റിങ്ങിൽ വരും. ഓഡിറ്റിംഗ് മീൻസ് ഓഡിറ്റിൻ്റെ നമ്മളുടെ സാധനം ഉണ്ടല്ലോ അതിൽ വരും. ഇതിൽ നിങ്ങൾക്ക് കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യും. ഇവിടെ ഫീൽ ചെയ്യണമെങ്കിൽ ഫീൽ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കണില്ല. ഓക്കെ. അപ്പോൾ റെസൊല്യൂഷൻസ് റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ റിക്വസിഷൻ പോലുള്ള ഒരു സംഭവം തന്നെയാണ്. നേരത്തെ റിക്വസിഷനിൽ എന്താണ്, നോർമലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും പിന്നെ ഒരു മീറ്റിങ്ങിന്റെ അജണ്ട സെറ്റ് ചെയ്യണത്. പക്ഷെ ഇപ്പോൾ ഒരു മെമ്പർക്ക് തോന്നുകയാണ് ഈ കമ്പനിയുടെ പേര് ശരിയില്ല, പേര് മാറ്റണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ച് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് സ്പെഷ്യൽ നോട്ടീസ് അപ്ലിക്കബിൾ ആകുന്ന ഒരു കേസല്ല, സാധാ കേസാണ്. 14 ഡേയ്സ് മുന്നേ അത് കൊടുക്കുക. പക്ഷെ 10% അത് വേണം. ഓക്കെ. ഇനി സ്പെഷ്യൽ നോട്ടീസ് ഉള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രൊസീജിയർ എന്നല്ല, പെർസെൻറ്റേജ് കുറച്ചുകൂടി കുറവാണ് അതിൻ്റെ റിക്വയർമെന്റ്. പക്ഷെ ഇതിൽ കുറച്ചുകൂടി അഡീഷണൽ പ്രൊസീജിയർ ഉണ്ട്. അതായത് ഇപ്പോൾ സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കുക എന്ന് പറഞ്ഞാലും പിന്നെ മെമ്പേഴ്സ് വഴി റെസൊല്യൂഷൻ മൂവ് ചെയ്യുന്ന പരിപാടിയാണ്. അതായത് മെമ്പേഴ്സിന്റെ താല്പര്യത്തിൽ റെസൊല്യൂഷൻ മൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ 4 സിറ്റുവേഷനിലാണ് സ്പെഷ്യൽ നോട്ടീസ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അതിലൊന്നെന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് അതർ ദാൻ റിട്ടയറിംഗ് ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ നോർമലി ഒരു കമ്പനിയിൽ പിന്നെ 5 വർഷത്തേക്കൊക്കെയാണ് ഓഡിറ്ററിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക. സബ്സിക്വന്റ് ഓഡിറ്റേഴ്സ് എന്നൊക്കെ പറയും. ഫസ്റ്റ് ഓഡിറ്റർ, സബ്സിക്വന്റ് ഓഡിറ്റർ എന്നൊക്കെയാണ് പറയാം. ഫസ്റ്റ് വർഷത്തെ ഓഡിറ്റർ ആ ആദ്യത്തെ AGM വരെ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ വർഷം മുതൽ സബ്സിക്വന്റ് ഓഡിറ്റേഴ്സ് എന്നാണ് പറയാം. അപ്പോൾ അത് നമുക്ക് 5 വർഷത്തേക്കാണ് നോർമലി അപ്പോയിന്റ് ചെയ്യാം, മാക്സിമം അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ റിട്ടയർ ആകുന്ന 5 വർഷം കഴിഞ്ഞിട്ട് റിട്ടയർ ആകുന്ന ഓഡിറ്ററിനെ ഇനി റീ അപ്പോയിന്റ് ചെയ്യണ്ട, വേറെ ഓഡിറ്ററിനെ ചെയ്താൽ മതി എന്ന് പറയുന്നതിനാണ് ഈ പറയുന്നത് റെസൊല്യൂഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് അതർ ദാൻ റിട്ടയറിംഗ് ഓഡിറ്റർ എന്നുള്ളത്. അതേപോലെ തന്നെ റെസൊല്യൂഷൻ അറ്റ് ആൻ AGM ടു പ്രൊവൈഡ് ദാറ്റ് എ റിട്ടയറിംഗ് ഓഡിറ്റർ ഷാൽ നോട്ട് ബി അതാണ് റെസൊല്യൂഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് അതർ ദാൻ റിട്ടയറിംഗ് ഓഡിറ്റർ അറ്റ് ആൻ AGM. റെസൊല്യൂഷൻ അറ്റ് ആൻ AGM ടു പ്രൊവൈഡ് ദാറ്റ് എ റിട്ടയറിംഗ് ഓഡിറ്റർ ഷാൽ നോട്ട് ബി റീ അപ്പോയിന്റഡ്. ഓക്കെ, അങ്ങനല്ല. രണ്ടാമത്തെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് ആദ്യത്തെ കാര്യം പറയുന്നത് റെസൊല്യൂഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് അതർ ദാൻ റിട്ടയറിംഗ് ഓഡിറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് റിട്ടയർ ചെയ്യാല്ലാണ്ട് ഇപ്പോൾ കാഷ്വൽ വേക്കൻസി വന്നിട്ടോ അല്ലെങ്കിൽ ആളെ റിമൂവൽ ചെയ്തിട്ടോ പിന്നീട് അപ്പോയിന്റ് ചെയ്യുന്ന ഓഡിറ്ററിനെ, അതാണ് ഒരു കേസ്. രണ്ടാമത്തെ കേസ് അതൊക്കെ നമ്മൾ മറ്റൊരുത്തും പഠിക്കും കേട്ടോ, ഓഡിറ്റിംഗിൽ പഠിക്കുന്നുണ്ട്. 140A(4) ഇതൊക്കെ സെക്ഷൻ ഉണ്ട്. 140 സബ്സെക്ഷൻ 4 അതൊന്നുണ്ട്. അപ്പോൾ റെസൊല്യൂഷൻ അറ്റ് ആൻ AGM ടു പ്രൊവൈഡ് ദാറ്റ് എ റിട്ടയറിംഗ് ഓഡിറ്റർ ഷാൽ നോട്ട് ബി റീ അപ്പോയിന്റഡ്. അപ്പൊ അങ്ങനെയാണെങ്കിലും ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്യുന്ന ഓഡിറ്റർ റീ അപ്പോയിന്റ് ചെയ്യണ്ട, അയാളെ ചെയ്യണ്ട എന്നുള്ളൊരു റെസൊല്യൂഷൻ മൂവ് ചെയ്യാം. അതേപോലെ റെസൊല്യൂഷൻ ടു മൂവ് എ ഡയറക്ടർ ബിഫോർ ദി എക്സ്പയറി ഓഫ് ഹിസ് പീരീഡ് ഓഫ് ഓഫീസ്. ഇപ്പൊ എത്ര കാലത്തേക്കാണോ ഒരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് അതിന് മുന്നേ അയാളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ മൂവ് ചെയ്യാം. റെസൊല്യൂഷൻ ടു അപ്പോയിന്റ് അനദർ ഡയറക്ടർ ഇൻ പ്ലേസ് ഓഫ് ദി റിമൂവ് ഡയറക്ടർ. അങ്ങനെ റിമൂവ് ആയിട്ടുള്ള ഡയറക്ടറിന് പകരം വേറൊരു ഡയറക്ടറിനെ കൊണ്ടുവരാം. അപ്പൊ ഈ കേസിലേക്ക് മറ്റൊരു പറയുന്ന സംബന്ധിച്ചാല് ഇപ്പൊ ഈ 4 കേസിലും നമ്മൾ ആദ്യം നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ കമ്പനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അഗ്രീഡ് പേഴ്സൺസ് ഉണ്ടല്ലോ, ഈ ഓഡിറ്റർ അതേപോലെ ഡയറക്ടറൊക്കെ, അവർക്കൊരു നോട്ടീസ് അയക്കും ആദ്യം. എന്നിട്ട് അവിടെ ഭാഗത്ത് റെപ്രസെന്റേഷൻ വാങ്ങിക്കും. അതായത് നിങ്ങൾക്കെതിരെ ഇങ്ങനെ സാധനം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതില് അങ്ങനെ അവിടെ ഭാഗത്ത് റെപ്രസെന്റേഷൻ വാങ്ങിക്കും. അങ്ങനെ ആ റെപ്രസെന്റേഷനും ഈ സ്പെഷ്യൽ നോട്ടീസും ഒക്കെ കൂടിയിട്ടാണ് പിന്നെ AGM വിളിക്കുമ്പോൾ നോട്ടീസിൽ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുക. അതാണ് അതിന്റെ പ്രൊസീജിയർ. അപ്പോ ഇങ്ങനത്തെ കേസ് ആണെങ്കിൽ സ്പെഷ്യൽ നോട്ടീസ് ആവശ്യമായിട്ടുള്ള റെസൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 115 പ്രകാരമാണ് മൂവ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതും റിക്വസ്റ്റ് ആണ്. നമ്മൾ സെക്ഷൻ 111 പറഞ്ഞതും റിക്വസ്റ്റ് ആണ്, അതും റിക്വസ്റ്റ് ആണ്, ഇതും റിക്വസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനിയുടെ പേര് മാറ്റണം, അതൊരു റിക്വസ്റ്റ് ആണ്. അതേപോലെ തന്നെ റിക്വസ്റ്റ് തന്നെയാണ് ഇതും. ഇയാൾ ഓഡിറ്റർ ആക്കണ്ട അല്ലെങ്കിൽ ഈ ഡയറക്ടറിനെ ഒഴിവാക്കണം എന്നുള്ള രണ്ടും റിക്വസ്റ്റ് തന്നെയാണ് മെമ്പേഴ്സിന്റെ ഭാഗത്തുനിന്നല്ല. പക്ഷെ ഈ 4 കേസുകളാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 115 ബാധകമാവുക. ഓക്കെ. അപ്പൊ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇനി വീണ്ടും 140 പറയുന്നുണ്ട്. അതായത് ഓഡിറ്ററിന്റെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്ടറുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഡയറക്ടറിന്റെ റിമൂവൽ സെക്ഷൻ ഉണ്ട്, അതിലാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനില്ല. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ റെപ്രസെന്റേഷൻ മേടിക്കാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സ്പെഷ്യൽ നോട്ടീസിൽ മറ്റേ റിക്വസ്റ്റും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി
കുറച്ച് ഒരു സ്മോൾ വിഭാഗം ഓഫ് ആൾക്കാർ പറഞ്ഞാൽ തന്നെ സ്പെഷ്യൽ നോട്ടീസിലേക്കുള്ള പ്രൊസീജിയർ പോകും എന്ന് പറഞ്ഞാൽ 1% ഓഫ് ടോട്ടൽ വോട്ടിംഗ് പവർ ഉള്ള മെമ്പേഴ്സ് ആവശ്യപ്പെട്ടാലും എന്താക്കാൻ പറ്റും ഈ ഇങ്ങനത്തെ ഒരു റെസൊല്യൂഷൻ. മറ്റൊരു 10% ആണ് അല്ലെ. ഇപ്പൊ പേര് മാറ്റുന്നുണ്ടെങ്കിൽ 10% വേണം അല്ലേ. പക്ഷെ ഇവിടെ 1% ആണ്. 1% ഓഫ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആണ്. മറ്റൊരു 10% വേണം. ഇത് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആണ്. ഓക്കെ. അപ്പൊ ഒരു ഡയറക്ടറിന്റെ അയാളുടെ എന്താ പറയാ അയാളുടെ സർവീസ്, അതുപോലെ ഒരു ഓഡിറ്ററിന്റെ സർവീസ് എന്നൊക്കെ പറഞ്ഞാല് കമ്പനിയുടെ ബിസിനസിനെ ഡയറക്റ്റ്ലി നല്ലോണം ബാധിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അതില് മെമ്പേഴ്സിന് ഒരു ഡിസ്പ്ലഷർ ഉണ്ടായി കഴിഞ്ഞാല് അവർക്ക് എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഈസിലി അവർക്ക് എഗെയിൻസ്റ്റ് ആക്ഷൻ എടുക്കാനുള്ള ഒരു സംഭവമാണ് ഈ സ്പെഷ്യൽ നോട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ മറ്റു കമ്പനിയുടെ പേര് മാറ്റുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ ഇതുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് അതിന് 10% സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നോട്ട് ലെസ് ദാൻ 1% ഓഫ് ടോട്ടൽ വോട്ടിംഗ് പവർ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോളിൽ പറഞ്ഞതുപോലെ അറ്റ്ലീസ്റ്റ് 5 lakhന്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉള്ള ആൾക്കാർ, നോമിനൽ വാല്യൂ. ഓക്കെ. അപ്പൊ അവരുടെ ഇത്ര ആൾക്കാരുടെ ഭാഗത്ത് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ നോട്ടീസ് വഴിയായിരിക്കും, അല്ലെങ്കിൽ സ്പെഷ്യൽ നോട്ടീസ് മൂവ് ചെയ്യും. ഓക്കെ. റെസൊല്യൂഷൻ മൂവ് ചെയ്യും. ഓക്കെ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെഷ്യൽ നോട്ടീസ് ഷാൾ ബി സെൻഡ് ബൈ ദി മെമ്പേഴ്സ് ടു ദി കമ്പനി നോട്ട് ഏർലിയർ ദാൻ 3 months എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ നോട്ടീസ് എന്താ പറയാ കമ്പനിക്ക് അയക്കുന്നത് 3 മാസം മുന്നേ ആകരുത്. AGMന്റെ 3 മാസത്തിന് മുന്നേ ആകരുത്. അത്രയും പഴയതാക്കാൻ പാടില്ല, കുറച്ച് ക്ലോസ് ആയിരിക്കണം. അതേപോലെ ബട്ട് അറ്റ്ലീസ്റ്റ് 14 clear days before the date of the meeting at which resolution is to be moved. അപ്പൊ ഏത് റെസൊല്യൂഷനിലാണോ ഏത് മീറ്റിംഗിലാണോ ഈ റെസൊല്യൂഷൻ മൂവ് ചെയ്യേണ്ടത് അത് പാസ്സാക്കാൻ മൂവ് പാസ്സാകുമ്പോഴാണ് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ അത് കൊണ്ടുവരിക. ഓക്കെ. ഏത് മീറ്റിംഗിലാണോ ഈ റെസൊല്യൂഷൻ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ 3 മാസം മുന്നേ മുതൽ 14 ദിവസം വരെയുള്ള ആ ഇടയിലാണ് നോട്ടീസ്, സ്പെഷ്യൽ നോട്ടീസിന്റെ റിക്വസ്റ്റ് മെമ്പേഴ്സ് കമ്പനിക്ക് കൊടുക്കേണ്ടത്. The company shall immediately after receipt of notice give its members notice of resolution at least 7 days before the meeting. Okay. അപ്പോൾ കമ്പനി അത് 7 days മുന്നേറ്റ് കൊടുക്കണം. വേറെ കമ്പനീസ് ഈ റിക്വസിഷനിൽ ഇങ്ങനത്തെ ഒരു സംഭവം പറയുന്നില്ല കേട്ടോ. ഒരു ഡേയ്സിന്റെ കാര്യം ടെക്സ്റ്റിൽ എവിടെ ഇല്ല, ഞാൻ കുറെ തപ്പിയിട്ടും കണ്ടില്ല. അതായത് അവിടെ പറഞ്ഞല്ലോ 21 എന്താണ് ഒന്നാല 6 week അല്ലെങ്കിൽ 14 days. അപ്പൊ മെമ്പേഴ്സ് ആണ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിലാണ് അങ്ങനെ ഇവരത് നോട്ടീസിൽ ഉൾപ്പെടുത്താൻ അങ്ങനെ പറയണില്ല. അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ 6 ആഴ്ച മുന്നേ കൊടുക്കാന്ന് വിചാരിച്ചോ. 6 ആഴ്ച മുന്നേ കൊടുക്കാന്ന് പറയുമ്പോൾ എന്തായാലും നോട്ടീസ് കമ്പനി കൊടുത്തിട്ടുണ്ടാവില്ല. അതായത് മീറ്റിംഗിന്റെ 6 ആഴ്ച മുന്നേ റിക്വസ്റ്റ് കൊടുക്കണം എന്ന് പറയുമ്പോൾ കമ്പനി എന്ത് ചെയ്യുള്ളൂ 21 ദിവസം കൂടിപ്പോയി 1 മാസം മുന്നേ അവർ കൊടുക്കുള്ളൂ അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സാധനം അതിൽ വരും, നോട്ടീസിൽ വരും. ശരിയല്ലേ. രണ്ടാമത്തെ കേസ് പറയുന്നത് എന്താണ്, പിന്നെ അങ്ങനെ സ്പെഷ്യൽ എന്താ പറയാ 14 days മുന്നേ കൊടുക്കാന്നുള്ള കേസ് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യേണ്ടി വരില്ല, ഓൾറെഡി ഇവരെ അറിയിക്കേണ്ടി വരില്ല. അതായത് ഫസ്റ്റ് നോട്ടീസിൽ അയച്ചിട്ടുള്ള സംഭവം പിന്നീട് രണ്ടാമത് നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ അനുമാനിച്ചാണ്. കാരണം എവിടെയും അങ്ങനത്തെ ഒരു സംഭവം പറയണില്ല. അതായത് അങ്ങനെ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസത്തിനുള്ളിൽ അത്, അതായത് ഓൾറെഡി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വിചാരിക്കാം, ഓൾറെഡി 21 days മുന്നേ നോട്ടീസ് കൊടുത്തു, അതിനുശേഷമാണ് റിക്വസ്റ്റ് കൊടുത്തത്. അതായത് സ്പെഷ്യൽ നോട്ടീസ് അല്ലാത്ത വേറെ സിറ്റുവേഷനിൽ 14 അങ്ങനെ പറഞ്ഞല്ലോ നോട്ടീസ് കൊടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇത്ര ദിവസത്തിനുള്ളിൽ വീണ്ടും അത് മെമ്പേഴ്സിനെ അറിയിക്കണമെന്ന് സെക്ഷനിൽ പറയണില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും, പറയേണ്ട ആവശ്യമില്ല. അതായത് മീറ്റിംഗിൽ വരുന്ന സമയത്ത് എന്താണ് ഈ വിഷയം മൂവ് ചെയ്താൽ മതി, അപ്പൊ അതിനനുസരിച്ച് അവിടെ പാസ്സാക്കാന്നുള്ളതായിരിക്കും. ഓക്കെ. പക്ഷെ സ്പെഷ്യൽ നോട്ടീസിന്റെ കേസ് ആകുമ്പോൾ പറയണത് അറ്റ്ലീസ്റ്റ് 7 days മുന്നെങ്കിലും അത് അവരെ അറിയിച്ചിട്ടുണ്ടാകണം. ഓക്കെ. യെസ്. അപ്പൊ ഇത് പിന്നെ ഈ സാധനം കമ്പനിയിലോ പേപ്പറിലോ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ഈ സെക്ഷൻ 115. പക്ഷെ ഈ ഓഡിറ്ററിന്റെ അപ്പോയിന്റ്മെന്റ് റിമൂവൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓഡിറ്റിംഗിൽ ചോദിക്കും. ആ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ഓഡിറ്റിംഗിൽ ചോദിക്കും. അതുണ്ടാവുക മിക്കവാറും. ഓക്കെ. അപ്പോ അതാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഇത് നോക്കേണ്ടത് 1% ഓഫ് മെമ്പേഴ്സ്. പിന്നെ ഏതൊക്കെ 4 കേസുകൾ എന്നുള്ള ഓർത്ത് വെക്കുക, ഏതൊക്കെയാണ് സ്പെഷ്യൽ നോട്ടീസ് വേണ്ട 4 സിറ്റുവേഷൻസ് എന്നുള്ളത്. ഇതൊന്നും ഇതുവരെ ചോദിച്ച് ഞാൻ കണ്ടില്ല കേട്ടോ. ഇതും ചോദിച്ചിട്ടില്ല, മറ്റേതും ചോദിച്ചിട്ടില്ല. 111 അതൊന്നും കണ്ടിട്ടില്ല. ഈ 112 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ഗവർണറിന്റെ ഒക്കെ പറഞ്ഞില്ലേ ഓതറൈസ്ഡ് റെപ്രസെന്റ് ആ കോറം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ
ഒരുപാടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ കോറത്തിൽ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ പ്രോക്സി പോലെ തോന്നിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ വോട്ടിംഗ് റൈറ്റ്, വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ് പറ്റുമോ എന്നുള്ള സംഭവമൊക്കെ ഇവരെ വെച്ചിട്ട് ചോദിക്കും. അപ്പോൾ അത് ഇവർക്ക് പറ്റുന്നതാണ്, പ്രോക്സിക്കാണ് പറ്റാത്തത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെയൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതാണ് സെക്ഷൻ 115. Okay, where company is unable to give such notice of special resolution, it shall publish the notice in the newspaper at least 7 days clear before the meeting and also be posted on the website. ഓക്കെ, ഇത്രയാണ്. ഓക്കെ, നമ്മൾ കഴിയാറായി. ഇനി 116 ചെറിയ സെക്ഷനാണ്. റെസൊല്യൂഷൻ പാസ്ഡ് അറ്റ് അഡ്ജേൺഡ് മീറ്റിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഒരു സാധനം പറഞ്ഞില്ലേ, ഇതല്ല ഈ സംഭവം പറഞ്ഞില്ലേ, അതായത് മീറ്റിങ്ങിൽ വെച്ചു ഈ വോട്ടിംഗ് ആണ്. അപ്പോൾ ഈ വോട്ടിംഗ് ആകുമ്പോൾ 3 ദിവസം സമയമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയർപേഴ്സൺ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഡിക്ലെയർ ചെയ്ത ദിവസമല്ല, ജനറൽ മീറ്റിംഗ് എന്നാണ് ഒന്നാണ് റെസൊല്യൂഷൻ പാസ്സായതായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ പറയാം, 25 ഡിസംബറിൽ AGM വെച്ചു. ഓക്കെ, ഇത് അഡ്ജേൺഡായി എന്ന് പറഞ്ഞാൽ കോറം ഉണ്ടായില്ല എന്ന് വിചാരിച്ചോ, അഡ്ജേൺഡായി അടുത്ത ആഴ്ച. അപ്പോൾ 1/1/2024 അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ മീറ്റിംഗ് നടക്കുക അല്ലേ. ഈ മീറ്റിങ്ങിൻ്റെ അന്ന് തന്നെ ബൈ ഷോ ഓഫ് ഹാൻഡ്സിൽ റെസൊല്യൂഷൻ പാസ്സായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ ഡേറ്റ് 1/1 ആണോ അതോ AGM-ന്റെ ഒറിജിനൽ AGM ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് വെച്ചത് എന്നായിരിക്കുമോ? 1/1 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അഡ്ജേൺഡ് മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ where a resolution is passed at an adjourned meeting, resolution shall be treated as passed on the day it was actually passed and not on any earlier date. Okay, section 117 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ ചോദിച്ചിട്ടുണ്ട്, ചെറിയ സെക്ഷൻ ആണ്. എന്താണ് സെക്ഷൻ 117? പ്രൊവൈഡ്സ് ദ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ഫയലിംഗ് ഓഫ് റെസൊല്യൂഷൻസ് ആൻഡ് എഗ്രിമെന്റ്സ്. അതായത് ROCക്ക് എ കോപ്പി ഓഫ് എവറി റെസൊല്യൂഷൻ ആൻഡ് ആൻ എഗ്രിമെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് മാറ്റേഴ്സ് സ്പെസിഫൈഡ് therein together with an explanatory statement shall be filed in MGT 14. MGT 14 important ആണ്. With the ROC within 30 days of its passing, and the ROC shall register the same. Any resolution agreement that causes alteration of articles of association shall be annexed to every copy of articles of association. Okay, അപ്പോൾ ജനറൽ മീറ്റിംഗിൽ EGM ആണെങ്കിലും AGM ആണെങ്കിലും അവിടെ പാസ്സാകുന്ന ഓരോ റെസൊല്യൂഷനും അതെന്ത് ചെയ്യണം? ROC-നായിട്ട് ഫയൽ ചെയ്യണം വിത്തിൻ 30 days ഓഫ് ഇറ്റ്സ് പാസിംഗ്. ഓക്കെ, അതേപോലെ തന്നെ റെസൊല്യൂഷൻ മാത്രമല്ല, എന്തെങ്കിലും എഗ്രിമെന്റ്സോ പുതിയതോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും സ്വാഭാവികമായിട്ടും, അതായത് ഈ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് വരുന്ന എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും എഗ്രിമെന്റ് ഏർപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് അല്ലെ. കോൺട്രാക്ട് കൊടുക്കുക അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ആയിരിക്കും റെസൊല്യൂഷൻ പാസ്സാക്കുക. അപ്പൊ ആ റെസൊല്യൂഷനും അതേപോലെ അതിന്റെ റെസ്പെക്റ്റീവ് എഗ്രിമെന്റും വിത്തിൻ MGT 14 എന്ന് പറയുന്ന ഫോമില് വിത്തിൻ 30 days ROCക്ക് ഫയൽ ചെയ്യണം. ഇനി ഈ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് കൊണ്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ പുതിയ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതിൻ്റെ കൂടെ അനക്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, resolutions and agreements to be filed with the ROC. Special resolution, unanimous resolution, but which if were not so agreed would have required special resolution to be passed. എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷൻ ഉണ്ട് യുനാനിമസ് റെസൊല്യൂഷൻ വേണമെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും 100% ആൾക്കാരും ഇതിനെ ഓക്കെ പറയണം. അതിനാണ് യുനാനിമസ് റെസൊല്യൂഷൻ, ഐക്യ കണ്ടേന എന്ന് പറയും. ഓക്കെ,
but which if was not so agreed would have required special resolution to be passed. അതായത് ഇതിന്റെ ഫസ്റ്റ് പറഞ്ഞ കേസ് തന്നെ യുനാനിമസ് റെസൊല്യൂഷൻ അതുപോലെ സ്പെഷ്യൽ റെസൊല്യൂഷൻ എനി റെസൊല്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ എഗ്രിമെന്റ് എക്സിക്യൂട്ടഡ് റിലേറ്റിംഗ് ടു അപ്പോയിന്റ്മെന്റ് ഓർ റീഅപ്പോയിന്റ്മെന്റ് ഓഫ് MD. അപ്പൊ എന്താ പറഞ്ഞാൽ നമ്മളിപ്പോ എന്ത് ചെയ്യും, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കും. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന് മുന്നേ എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പാസ്സാക്കിയിട്ടായിരിക്കും ചില കാര്യങ്ങൾ പിന്നെ മീറ്റിംഗിലേക്ക് വരിക. ബോർഡ് റെസൊല്യൂഷൻ അത് ഡയറക്ടേഴ്സിന്റെ കേസിൽ ഇതൊക്കെ പറയുന്നുണ്ട്, ഡയറക്ടേഴ്സിന്റെ സെക്ഷൻസിൽ. അതായത് ഇപ്പോൾ MD ഒക്കെ മാറ്റുന്ന ആദ്യം ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കണം. ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടായിരിക്കും പിന്നെ ജനറൽ മീറ്റിംഗിലേക്ക് വരിക. കാരണം അവിടെ ഏതുവരെ നമ്മൾ ലോക്സഭ രാജ്യസഭ പോലെ ആലോചിച്ചാൽ മതി. ലോക്സഭയിൽ പാസ്സായാലും രാജ്യസഭയ്ക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ആദ്യം ബോർഡ് റെസൊല്യൂഷൻ പാസ്സായതിനു ശേഷമായിരിക്കും ജനറൽ മീറ്റിംഗിലേക്ക് വരിക. അപ്പൊ അങ്ങനത്തെ കേസുകൾ ഉണ്ടെങ്കിൽ ആ ബോർഡ് റെസൊല്യൂഷൻ വേണം. ഓക്കെ, റെസൊല്യൂഷൻ ഓഫ് എനി ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, റെസൊല്യൂഷൻ ഓഫ് വൈൻഡിങ് അപ്പ്, റെസൊല്യൂഷൻ അണ്ടർ സെക്ഷൻ 179(3) ഈ ലോണുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. Any other resolution as may be prescribed and placed in public domain. Okay. Provided further these sections are applicable to a banking company, NBFC, HFC. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ചുരുക്കം പറഞ്ഞാൽ എന്താണ്, അതായത് MGT 14 ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, റെസൊല്യൂഷൻ്റെ കോപ്പി കൊടുക്കണം. എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി കൊടുക്കണം. പിന്നെ അതേപോലെ ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ റെസൊല്യൂഷൻ്റെ കോപ്പി കൊടുക്കണം. ഓക്കെ, ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ പറയണേ. ഇപ്പോൾ നമ്മൾ ഈ ഡിവിഡൻഡ് കുറക്കണ കേസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയില്ലേ, അപ്പോൾ അത് ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അവരും അപ്രൂവ് ചെയ്യണമല്ലോ. 75% 3/4 ഓഫ് ക്ലാസ് മെമ്പേഴ്സ് അപ്രൂവ് ചെയ്താൽ അതൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ചെയ്യണം. റെസൊല്യൂഷൻ ഫോർ വൈൻഡിങ് അപ്പ് 179 സെക്ഷൻ ഏതാണ് ഇപ്പോൾ നോക്കി പറഞ്ഞുതരാം. ലോണ് അങ്ങനത്തെ സംഭവങ്ങൾ ഏതാണ്. ഈ 179(3) എന്ന് പറഞ്ഞാലേ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി ഷാൽ എക്സസൈസ് ദ ഫോളോയിങ് പവേഴ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനി ടു മേക്ക് കോൾസ്, ടു ഓതറൈസ് ബൈബാക്ക്, ടു ബോറോ മണീസ് എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പവേഴ്സിലുള്ള സംഭവമാണ്. ടു അപ്രൂവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ടു അപ്രൂവ് അമാൽഗമേഷൻ, മെർജർ, റീകൺസ്ട്രക്ഷൻ, ടു ടേക്ക് ഓവർ എ കമ്പനി ഓർ അക്വയറിംഗ്. ഓക്കെ, no person shall be entitled under section 39 to inspect or obtain copies of such resolution. Okay, provided further nothing shall apply in respect of a resolution passed to grant loans or give guarantee. Okay, അത് സംഭവം വരണം. അതായത് ഈ 179 പറയുന്നത് വെച്ചാൽ പവേഴ്സ് ഓഫ് ബോർഡാണ്. ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ള പവറുകൾ എന്തൊക്കെയെന്ന് പറഞ്ഞ സെക്ഷനാണ്. അപ്പൊ അങ്ങനെ അവര് ബോർഡ് റെസൊല്യൂഷനിൽ പാസ്സാക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അത് പിന്നീട് വന്നിട്ട് ഒരു ജനറൽ മീറ്റിംഗിൽ വന്നപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ടു അപ്രൂവ് അമാൽഗമേഷൻ, മെർജർ ഓർ റീകൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പൊ അത് ബോർഡ് റെസൊല്യൂഷനിൽ പാസ്സാക്കും. ബോർഡ് റെസൊല്യൂഷനിൽ പാസ്സാക്കിയിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് പാസ്സാക്കും അല്ലേ. അപ്പൊ അങ്ങനെ ഇവിടെ പറഞ്ഞു റെസൊല്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിലേറ്റിംഗ് ടു അപ്പോയിന്റ്മെന്റ് ആൻഡ് റീഅപ്പോയിന്റ്മെന്റ് ഓഫ് MD പറഞ്ഞു. ഇനി അതല്ല, സെക്ഷൻ 179 ബോർഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ള പവർ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ABCDK വരുന്നുണ്ട്. അപ്പൊ ഈ പവേഴ്സ് ഒക്കെ അതൊക്കെ അവർ അപ്രൂവ്. വേറെ എക്സാമ്പിൾ പറഞ്ഞാല് ഇഷ്യൂ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡിംഗ് ഡിബെഞ്ചേഴ്സ്, ബോറോ മണീസ്, അപ്പൊ അത് ഡെപ്പോസിറ്റ് ആണ്. ഇൻവെസ്റ്റ് ഇൻ ദ ഫണ്ട്സ് ഓഫ് ദ കമ്പനി, അപ്പൊ വേറെ സ്ഥലത്ത് കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഗ്രാൻഡ് ലോൺസ് ഓർ ഗിവ് ഗ്യാരണ്ടി ഓർ പ്രൊവൈഡ് സെക്യൂരിറ്റി. അപ്പൊ ഇതൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കാം. പക്ഷെ അത് ഇപ്പൊ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ എന്തായാലും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം അല്ലെ. അപ്പൊ ആദ്യം ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കും, അത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്പൊ ആ ഒരു പ്രൊസീജിയർ തന്നെ. ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് പിന്നെ ഇവിടെ വന്ന് ജനറൽ മീറ്റിംഗിൽ പാസ്സാക്കുക. അപ്പൊ എല്ലാ പാസ്സാക്കിയ ഓർഡറും ROC-ലേക്ക് MGT 14 ഫയൽ ചെയ്യണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ റെസൊല്യൂഷനും അതിന്റെ കൂട്ടത്തിൽ ബോർഡ് റെസൊല്യൂഷനും കൂടി വെക്കണം. ഓക്കെ, ഇവിടെ പറയുന്നത് പ്രൊവൈഡഡ് നോ പേഴ്സൺ ഷാൽ ബി എൻടൈറ്റിൽഡ് അണ്ടർ സെക്ഷൻ 399
ടു ഇൻസ്പെക്ട് ഓർ ഒബ്റ്റൈനിങ് കോപ്പീസ് ഓഫ് സച്ച് റെസൊല്യൂഷൻ. ഇങ്ങനെ ഈ ബോർഡ് റെസൊല്യൂഷൻ ഇൻസ്പെക്ട് ചെയ്യാൻ ഇത് ആർക്കും ഉണ്ടാവില്ല. ബോർഡ് റെസൊല്യൂഷൻസിന്റെ കോപ്പി അത് ഇൻസ്പെക്ട് ചെയ്യാൻ ആർക്കും അധികാരം കൊടുക്കുന്നില്ല. അതിന് സെക്ഷൻ 399 റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് ഫർദർ ദാറ്റ് നത്തിങ് ഷാൾ അപ്ലൈ ഇൻ റെസ്പെക്ട് ഓഫ് എ റെസൊല്യൂഷൻ പാസ്ഡ് ടു ഗ്രാൻഡ് ലോൺസ്. നമ്മൾ പറഞ്ഞല്ലോ ഈ 179(3) ഒരു സംഭവമാണ് ലോൺ കൊടുക്കാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളത്. Or give guarantee or provide security in respect of loans under section 139(3)(f) in the ordinary course of business of its business by a banking company. എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് ക്ലാസ് ഓഫ് അതുപോലെ NBFC ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ ഇവർക്ക് എന്താ ചെയ്യുക, ആൾക്കാർക്ക് ലോൺ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആൾക്കാർക്ക് ലോൺ കൊടുക്കുന്ന ഈ വിവരങ്ങൾ ഇവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. വെച്ചാൽ അവരുടെ നോർമൽ കോഴ്സാണ്, ബിസിനസ് കോഴ്സുള്ള സംഭവമാണ്. അപ്പൊ അതിന്റെ ഒന്നും അവര് റെസൊല്യൂഷൻ പാസ്സാക്കുക അല്ലെങ്കിൽ അതേപോലെ ഇതേ സംഭവം നമ്മൾ മുന്നേ എവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ബാങ്കുകൾക്ക് അത് ബാധകമല്ല എന്നൊക്കെ അല്ലേ. ഓക്കെ, അപ്പൊ അതാണത് 10 കാര്യമല്ല. അപ്പൊ ഇത് നോക്കാം, മെയിൻ ഈ സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ 30 ഡേയ്സിന്റെ കാര്യം എന്തൊക്കെയാണ് MGT 14 അറ്റാച്ച്മെന്റ് ആയിട്ട് വരിക, അപ്പൊ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ റെസൊല്യൂഷൻ പാസ്സാക്കിയത്, അതിന്റെ കൂട്ടത്തിൽ ബോർഡ് റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത്, ക്ലാസ് ഷെയർ ഹോൾഡേഴ്സ് വല്ലതും അവിടെ ക്ലാസ് ഷെയർ മീൻസ് ക്ലാസ് മീറ്റിംഗ്സിൽ വല്ലതും അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ആ റെസൊല്യൂഷന്റെ കോപ്പി, അങ്ങനെയുള്ള എല്ലാ കോപ്പികളും ആണ് വരുന്നത്. ഓക്കെ. പെനാൽറ്റി ഫോർ ഫെയിലിയർ ടു ഫയൽ ദി റെസൊല്യൂഷൻ ആൻഡ് എഗ്രിമെന്റ്. കമ്പനി പെനാൽറ്റി ഓഫ് 10,000, കണ്ടിന്യൂയിങ് ഫെയിലിയർ ആണെങ്കിൽ 100 rupees ഫോർ ഈച്ച് ഡേ, മാക്സിമം 2 lakh. ഓഫീസർ ഇൻ ഡിഫോൾട്ട് പെനാൽറ്റി 10,000, കണ്ടിന്യൂയിങ് ഫെയിലിയർ 100 ഈച്ച് തന്നെ, പക്ഷെ മാക്സിമം 50,000. ഓക്കെ. വായിച്ചോ.
മയക്കം. ഓക്കെ, അപ്പൊ അടുത്ത മിനിറ്റ്സ്. ഇപ്പൊ മിനിറ്റ്സ് പിന്നെ മിനിറ്റ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെറും ജനറൽ മീറ്റിംഗിലത്തെ മിനിറ്റ്സ് മാത്രമല്ല കേട്ടോ, മൊത്തത്തിലുള്ള മിനിറ്റ്സ് ആണ്. ഓക്കെ, നോക്കാം. എവരി കമ്പനി ഷാൽ പ്രിപ്പയർ, സൈൻ ആൻഡ് കീപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിപ്പയർ, സൈൻ ആൻഡ് കീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ മീറ്റിംഗ് ഉണ്ടാകുമ്പോഴും മിനിറ്റ്സ് എഴുതണം. ആ മിനിറ്റ്സ് ഓതന്റിക്കേറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സൈൻഡ് ആയിരിക്കണം. അപ്പോൾ ഓരോ മീറ്റിങ്ങിൻ്റെയും ചെയർപേഴ്സൺ ആരാണോ അവരായിരിക്കും അത് സൈൻ ചെയ്യേണ്ടി വരിക. ആൻഡ് കീപ്പ് എന്ന് പറഞ്ഞാൽ അത് കീപ്പ് ചെയ്യണം, അത് കളയാൻ പറ്റൂല. അപ്പൊ എത്ര കാലം കീപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ പറയണ്ടേ. ഓഫ് എവറി ജനറൽ മീറ്റിംഗ്, ബോർഡ് മീറ്റിംഗ്, എവറി കമ്മിറ്റി ഓഫ് ദി ബോർഡ്. ഓക്കെ, ഇപ്പൊ ജനറൽ മീറ്റിംഗ് ആണെങ്കിലും ബോർഡ് മീറ്റിംഗ് ആണെങ്കിലും ഇനി ബോർഡിന്റെ ഉള്ളിൽ തന്നെ സബ് കമ്മിറ്റികൾ ഉണ്ടാവില്ലേ, അവരാണെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഫിനാൻസിന് മാത്രമായിട്ട് ഒരു സബ് ഡയറക്ടേഴ്സിന്റെ ഉള്ളിൽ തന്നെ ഒരു 3 ആളെ വെച്ച് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി എന്ന് വിചാരിച്ചോ. കമ്പനി മൊത്തം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട്, ഫിനാൻഷ്യൽ കംപ്ലയിൻസ്, ടാക്സ് കംപ്ലയിൻസ് ഒക്കെ നോക്കാം. അപ്പൊ അങ്ങനത്തെ നമ്മൾ കമ്മിറ്റി എന്ന് പറയാം. അപ്പൊ അതൊക്കെ നിങ്ങൾ മറ്റേ പഠിക്കും ഫൈനലില്. അപ്പൊ അങ്ങനത്തെ മീറ്റിങ്ങിനൊക്കെ അതേപോലെ തന്നെ ഇനി പറയുന്നുണ്ട് ക്ലാസ് മീറ്റിംഗ് ആണെങ്കിൽ എന്ത് വേണം അതില്, ക്ലാസ് മീറ്റിംഗ് ആണ് അതിനും വേണം മിനിറ്റ്സ്. അപ്പൊ എല്ലാ മീറ്റിങ്ങുകൾക്കും മിനിറ്റ്സ് വേണം. അപ്പൊ ഈ 118 എന്ന് പറഞ്ഞാല് വെറും ജനറൽ മീറ്റിംഗിന്റെ മിനിറ്റ്സ് അല്ല പറയണത്, മൊത്തത്തിൽ മിനിറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയണത് കേട്ടോ. ഓക്കെ, ഇനി വിത്തിൻ 30 days ഓഫ് ദി കൺക്ലൂഷൻ ഓഫ് എവറി സച്ച് മീറ്റിംഗ് ഓർ പാസിംഗ് ഓഫ് റെസൊല്യൂഷൻ ബൈ പോസ്റ്റൽ ബാലറ്റ്. ഓക്കെ, ഇപ്പൊ പോസ്റ്റൽ ബാലറ്റ് പ്രത്യേകം പറയാൻ കാരണം എന്താ? പോസ്റ്റൽ ബാലറ്റിന്റെ പിന്നെ വോട്ടിങ്ങുകൾ വരാന് 30 ദിവസത്തിന് ആ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും മീറ്റിംഗ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പോസ്റ്റൽ ബാലറ്റിലുള്ള റെസൊല്യൂഷൻ പാസ്സാവുക. അപ്പൊ അവിടുന്ന് 30 days. ഓക്കെ, അപ്പൊ വിത്തിൻ 30 days ഓഫ് ദി കൺക്ലൂഷൻ ഓഫ് എവറി സച്ച് മീറ്റിംഗ് ഓർ പാസിംഗ് ഓഫ് റെസൊല്യൂഷൻ ബൈ പോസ്റ്റൽ ബാലറ്റ്. 30 ദിവസത്തിനുള്ളിൽ മിനിറ്റ്സ് എന്നുള്ളത് കംപ്ലീറ്റ് ആകണം. മിനിറ്റ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ എന്താ പറയാ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് പ്രിസർവ് ചെയ്ത് വെക്കേണ്ട സാധനമാണ്. രജിസ്റ്റേഴ്സ് പോലെ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കേണ്ട സംഭവമാണ് മിനിറ്റ്സ് എന്ന് പറഞ്ഞാലും. അപ്പോൾ ഓരോ മീറ്റിംഗ് കഴിഞ്ഞാലും 30 ദിവസത്തിനുള്ളിൽ ചെയർമാൻ അത് സൈൻ ചെയ്തിട്ട് ഫുൾ കംപ്ലീറ്റ് ആക്കി വെക്കണം ആ മീറ്റിംഗിൻ്റെത്. ഇൻ ബുക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മിനിറ്റ്സ് ബുക്ക് വേണം. ഓക്കെ, kept for that purpose with their pages consecutively numbered. ഇപ്പൊ സീരിയൽ നമ്പർ വേണം, നിർബന്ധമായിട്ടും സീരിയൽ നമ്പർ വേണം. എന്തൊക്കെയാണ് മിനിറ്റ്സിൽ ഉണ്ടാവുക? ഫെയർ ആൻഡ് കറക്റ്റ് സമ്മറി ഓഫ് പ്രൊസീഡിങ്സ് ദാറ്റ് ടുക്ക് പ്ലേസ് അറ്റ് ദി കൺസേൺഡ് മീറ്റിംഗ്. എന്താണോ അതിൽ നടന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങളും പിന്നെ രേഖപ്പെടുത്തി വെക്കണം. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട് മിനിറ്റ്സ്. ഭയങ്കര ചൊറ പരിപാടിയാണ്, കമ്പനിയുടെ അല്ല വേറെ ഓരോ ഇങ്ങനെ അവിടെ നടക്കാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതിയിരിക്കുക. ഇതിന്റെ പരിപാടി ഞാൻ തുടിക്കും. ഓക്കെ, അപ്പോൾ ഫെയർ ആൻഡ് കറക്റ്റ് സമ്മറി ഓഫ് പ്രൊസീഡിങ്സ് ദാറ്റ് ടുക്ക് പ്ലേസ് അറ്റ് ദി കൺസേൺഡ് മീറ്റിംഗ്. ഓൾ അപ്പോയിന്റ്മെന്റ്സ് മെയ്ഡ് ബൈ എനി ഓഫ് ദി മീറ്റിംഗ്സ് അഫോർസെഡ്. എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സംഭവം അപ്പോയിന്റ്മെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേണം. ഇൻ കേസ് ഓഫ് ബോർഡ് മീറ്റിംഗ് ഓർ മീറ്റിംഗ് ഓഫ് കമ്മിറ്റി ദ നെയിം ഓഫ് ഡയറക്ടേഴ്സ് പ്രസന്റ്. അപ്പൊ അറ്റൻഡൻസ് വേണം. For each resolution passed, names of directors dissenting from or not concurring with the resolution. എന്ന് പറഞ്ഞാൽ ഒന്നാലും ഡിസെൻഡ് ചെയ്തവരെ അല്ലെങ്കിൽ അതിന് വിട്ടുന്ന ആൾക്കാർ, വോട്ടിങ്ങിന് വിട്ടുന്ന ആൾക്കാർ. അപ്പോൾ ഓരോ റെസൊല്യൂഷൻ, ഇത് ബോർഡ് മീറ്റിംഗിന്റെ കാര്യം മാത്രമാണ് കേട്ടോ. കാരണം ജനറൽ മീറ്റിംഗിൽ എല്ലാ മെമ്പേഴ്സിന്റെയും പേര് എഴുതിയേക്കാന്ന് പറഞ്ഞാൽ അതിനൊരു ബുക്ക് വേണ്ടി വരും. അപ്പൊ അങ്ങനെയല്ല, ബോർഡ് മീറ്റിംഗിൽ അതേപോലെ കമ്മിറ്റി മീറ്റിംഗിലൊക്കെ ആരൊക്കെ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഓരോ മീറ്റിംഗിലെയും മിനിറ്റ്സിന്റെ തുടക്കത്തിൽ എഴുതും. അതാണ്. അതേപോലെ തന്നെ റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ ഇതൊക്കെ ബോർഡ് മീറ്റിംഗിലാണ് ഡയറക്ടേഴ്സ് ഡിസെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഡയറക്ടേഴ്സ് ഡിസെൻഡ് ചെയ്തു അതേപോലെ തന്നെ വിട്ടുന്നു എന്നുള്ളതും എഴുതണം. ഓക്കെ, ഫോളോയിങ് മാറ്റർ ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ്. ഇത് എക്സാമിന് ചോദിക്കുന്നുണ്ട് കേട്ടോ, നല്ലോണം ഈ സംഭവം. ഫോളോയിങ് മാറ്റർ ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് എനി മാറ്റർ വിച്ച് ഈസ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദി ചെയർപേഴ്സൺ. എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഡിസ്ക്രിപ്ഷനാണ്, ചെയർപേഴ്സന്റെ ഡിസ്ക്രിപ്ഷനാണ്. എന്താ സംഭവം? ഈസ് ഓർ കുഡ് ബി ഡിഫമേറ്ററി ടു എനി പേഴ്സൺ. വേറെ ഏതെങ്കിലും ഒരാളെ അപമാനിക്കാനുള്ള, അയാളെ നാണം കെടുത്താനുള്ളതാണ്. ഈസ് ഇറലവന്റ് ഓർ ഇമ്മറ്റീരിയൽ ടു ദ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മീറ്റിംഗിൽ ചായയും ബിസ്ക്കറ്റും തിന്നു, അത് മിനിറ്റ്സ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് എഴുതണ്ട. ഈസ് ഡെട്രിമെന്റൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി.
ഓക്കെ. അതിൻ്റെ ഇടയിൽ രണ്ടാൾക്കാർ തമ്മിൽ അടിപിടിയായി, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും മിനിറ്റ്സിൽ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഈസ് ഓർ കുഡ് ബി ഡിഫമേറ്ററി ടു എനി പേഴ്സൺ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ, അടിയായ ക്വസ്റ്റ്യൻ ഒക്കെ ഇവിടെ ഞാൻ കണ്ട്. അപ്പൊ ഈസ് ഓർ കുഡ് ബി ഡിഫമേറ്ററി ടു എനി പേഴ്സൺ, ഒരാൾക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാൾക്ക് മാനനഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മിനിറ്റ്സിൽ എഴുതരുത്. അതിപ്പോ നമ്മുടെ പാർലമെന്റിലുണ്ട് അങ്ങനത്തെ. പാർലമെന്റിലൊക്കെ പിന്നെ ചില രേഖകളിൽ നിന്ന് ഒഴിവാക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് പാർലമെന്റിൽ ചില ചർച്ചകളൊക്കെ നടക്കൂലേ, അപ്പൊ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാക്കുകളൊക്കെ വിളിക്കുമല്ലോ പരസ്പരം. അപ്പൊ അതൊക്കെ രേഖകളിൽ ഉൾപ്പെടുത്തൂല എന്നൊക്കെ പറയും. ഒഫീഷ്യലി അത് പറയും, സ്പീക്കർ പറയും രേഖകളിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുന്നൊക്കെ. ഇപ്പൊ അടുത്തായിട്ട് കുറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് കേരളത്തിലെ സാധനം പറഞ്ഞില്ലേ, മാത്യു കുഴൽനാടൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ. മാത്യു കുഴൽനാടൻ അറിയില്ലേ, കോൺഗ്രസിന്റെ MLA വന്നിട്ട് മുഖ്യമന്ത്രിയുടെ മോൾക്കെതിരെയുള്ള ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സാധനം പിന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് രേഖകളിൽ നിന്ന് ഒഴിവാക്കി, ഒക്കെ വിവാദമായിരുന്നു. പിന്നെ അവിടെ രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും ഒക്കെ ഒഴിവാക്കാറുണ്ട് ലോക്സഭയില്. മഹുവ മൊയ്ത്ര അല്ലെങ്കിൽ ഡെറിക് ഒബ്രിയൻ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, മോഡിനെ മേടിച്ച് തല്ലുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കാറുണ്ട്. ഓക്കെ. അപ്പൊ അതേപോലത്തെ പരിപാടിയാണ് മിനിറ്റ്സ് ബുക്കിൽ. അത് ഉണ്ടാകാൻ പാടില്ല. മാറ്റേഴ്സ് ടു ബി ഇൻക്ലൂഡ് ഓർ എക്സ്ക്ലൂഡഡ് ഷാൾ ബി അറ്റ് ദ അബ്സല്യൂട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ചെയർപേഴ്സൺ ഓഫ് ദി മീറ്റിംഗ്. എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ്സിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്തൊക്കെ ഉൾപ്പെടുത്തണ്ട എന്നുള്ളത് ചെയർപേഴ്സന്റെ ഡിസ്ക്രിപ്ഷനാണ്. അബ്സല്യൂട്ട് ഡിസ്ക്രിപ്ഷൻ അയാളുടെ മാത്രം ഡിസ്ക്രിപ്ഷനാണ്, വേറെ ആർക്കും അതിൽ ഇടപെടാൻ ഉള്ള അധികാരമില്ല. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഈ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ. മാറ്റേഴ്സ് ടു ബി ഇൻക്ലൂഡ് എന്നുള്ള കാര്യത്തിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. പെനാൽറ്റി ഫോർ കോൺട്രവെൻഷൻ. അതിന് മുന്നേ താഴെ ജസ്റ്റ് നോക്കിക്കോ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് മിനിറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോ മീറ്റിങ്ങിനും ഓരോ ബുക്ക് വേണം. ഇപ്പൊ ഒരു കമ്പനിയുടെ ബോർഡ് മീറ്റിങ്ങിനും പിന്നെ അതേപോലെ ബോർഡ് കമ്മിറ്റി മീറ്റിങ്ങിനും മറ്റേ നമ്മളുടെ ജനറൽ എല്ലാത്തിനും ഒരു മിനിറ്റ്സ് ബുക്ക് അത് പറ്റില്ല. ഓരോന്നിനും ഓരോ മിനിറ്റ്സ് ബുക്ക് വേണം. അതൊക്കെ ചോദിക്കാട്ടോ എക്സാമിന്. അതേപോലെ ടൈം ലിമിറ്റ് നമ്മൾ ഇവിടെ പറഞ്ഞു 30 ദിവസം ഫ്രം ദി കൺക്ലൂഷൻ ഓഫ് മീറ്റിംഗ് അല്ലെങ്കിൽ ഫ്രം ദി കൺക്ലൂഷൻ ഓഫ് പോസ്റ്റൽ ബാലറ്റ്. ഓക്കെ. ഇനീഷ്യലിംഗ് ഓർ സൈനിങ് ഓൺ എവറി പേജ്. എന്താണ് സൈൻ ചെയ്യേണ്ടത്? അപ്പൊ ലാസ്റ്റ് പേജ് ഷാൾ ബി ഡേറ്റഡ് ആൻഡ് സൈൻഡ് ബൈ ബോർഡ് മീറ്റിംഗ് ഓർ കമ്മിറ്റി മീറ്റിംഗ് ആണെങ്കിൽ ബൈ ദി ചെയർപേഴ്സൺ ഓഫ് ദി സെഡ് മീറ്റിംഗ്. ജനറൽ മീറ്റിംഗ് ആണെങ്കിൽ ചെയർപേഴ്സൺ തന്നെ വിത്തിൻ 30 days. ഇപ്പൊ ബോർഡ് മീറ്റിംഗിന്റെ കേസിൽ ഡേറ്റ് പറയണില്ല കേട്ടോ. ഡേയ്സ് പറയാനല്ലേ? ഓക്കെ, ഡേയ്സ് പറയാനല്ലേ? സൈൻ ചെയ്യണമെന്നേ പറയണുള്ളൂ. ജനറൽ മീറ്റിംഗ് ആണെങ്കിൽ വിത്തിൻ 30 daysനുള്ളിൽ സൈൻ ചെയ്യണം. പോസ്റ്റൽ ബാലറ്റ് ആണെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് വഴി എന്നാണോ റെസൊല്യൂഷൻ പാസ്സാക്കിയത് അവിടുന്ന് വിത്തിൻ 30 daysനുള്ളിൽ സൈൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ ജനറൽ മീറ്റിങ്ങിന്റെ കേസിലും പിന്നെന്താ പറയാ, അതേപോലെ പോസ്റ്റൽ ബാലറ്റിന്റെ കേസിലും ചെയർപേഴ്സൺ ആണ് നോർമലി. ചെയർപേഴ്സൺ ഇല്ലാന്നുണ്ടെങ്കിലോ ഇവന്റ് ഓഫ് ഡെത്ത് ഇനബിലിറ്റി ഓഫ് സബ് ചെയർമാൻ ആണെങ്കിൽ ബൈ എ ഡ്യൂലി ഓതറൈസ്ഡ് പേഴ്സൺ. ഓക്കെ. മറ്റൊരിടത്ത് അങ്ങനെ തന്നെ. ബോർഡ് മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ബൈ ചെയർപേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗിന്റെ ചെയർപേഴ്സൺ സൈൻ ചെയ്യുന്നെങ്കിൽ അടുത്ത മീറ്റിംഗിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തൊട്ടടുത്ത മീറ്റിംഗിലായിരിക്കും ചിലപ്പോൾ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും തൊട്ടടുത്ത മീറ്റിംഗിലെ ചെയർപേഴ്സൺ ആരാണോ അയാൾ സൈൻ ചെയ്യാം. ഓക്കെ. പ്രിസർവേഷൻ ഓഫ് മിനിറ്റ്സ് കാലാകാലം പ്രിസർവ് ചെയ്യണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ ക്ലാസ് മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ കാലകാലം പ്രിസർവ്ഡ് പെർമനന്റ്ലി. മിനിറ്റ്സ് ഓഫ് ജനറൽ മീറ്റിംഗ് ഷാൾ ബി കെപ്റ്റ് അറ്റ് ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി. പ്രിസർവ്ഡ് പെർമനന്റ്ലി ഷാൾ ബി കെപ്റ്റ് ഇൻ ദ കസ്റ്റഡി ഓഫ് കമ്പനി സെക്രട്ടറി. ഒക്കെ നോട്ട് ചെയ്തോ. ഓർ എനി ഡയറക്ടർ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. Preservation of minutes of meetings of board or committee shall be preserved permanently, shall be kept in the custody of same company secretary or any director duly authorized by the board. Shall be kept at the registered office or such other place as board may decide.
ഇത് ആൻഡ് ആണ്. Minutes book of the owner shall be reserved and kept in the custody of the company. Okay. അപ്പോഴേ അതിനുണ്ട് കേട്ടോ രജിസ്റ്റർ ഓഫീസ്. ഓക്കെ ഓക്കെ മിനിറ്റ്സ് 2 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിലും രജിസ്റ്റേർഡ് ഓഫീസിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ 2 കേസിലും കേട്ടോ. അതേപോലെ ആരുടെ അടുത്താണ് CS-ൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടറിൻ്റെ അടുത്ത്. This section shall not apply to Section 8 company except that minutes may be recorded within 30 days in case of companies where AOA provides for confirmation of minutes by circulation. അപ്പോൾ മിനിറ്റ്സ് 30 ദിവസത്തിനുള്ളിൽ സൈൻ ചെയ്യണമെന്നുള്ള കാര്യം വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതിന് ബാധകമല്ല എന്നാണ് പറഞ്ഞത്. എന്താ ഉദ്ദേശിച്ചത്? ഇതിന് പെനാൽറ്റി എടുക്കുക. പെനാൽറ്റി ഫോർ കോൺട്രവെൻഷൻ. ഡിഫോൾട്ട് ഇൻ കംപ്ലൈങ് വിത്ത് ദി സെക്ഷൻ company shall be liable to a penalty of 25,000. Every officer shall be liable to a penalty of 5,000. Any person found guilty of tampering with minutes. അപ്പോൾ അത് ടാമ്പറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നശിപ്പിക്കുക, കീറുക, ഇതൊക്കെ ചെയ്യുക. അപ്പോൾ അത് ക്രിമിനൽ കേസായി പോകും. പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 2 years and a fine which shall not be less than 25,000 but which may extend to 1 lakh. ഓക്കെ, അപ്പോൾ അടുത്ത 2 സെക്ഷൻ നോക്കാം. സിമ്പിളാണ്. ഇൻസ്പെക്ഷൻ ഓഫ് മിനിറ്റ്സ് ബുക്ക് ഓഫ് ജനറൽ മീറ്റിംഗ്. അപ്പോൾ ടൈം ഫോർ ഇൻസ്പെക്ഷൻ. ദ ടൈം മിനിറ്റ്സ് ബുക്ക് ഓഫ് ജനറൽ മീറ്റിംഗ് ഷാൾ ബി ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ ഡ്യൂറിംഗ് ബിസിനസ് അവേഴ്സ് ബൈ എനി മെമ്പർ without charge, subject to such reasonable restrictions as specified in the association articles of association or as imposed in the general meeting. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ രജിസ്റ്റർ ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിനും ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും സെക്യൂരിറ്റി ഹോൾഡേഴ്സിനൊക്കെ ഫീസ് കൊടുക്കാണ്ട് പറ്റും. വേറെ ആർക്ക് വേണമെങ്കിലും ഫീസ് കൊടുത്തിട്ട് പറ്റും. പക്ഷെ ഇവിടെ ആർക്കേ പറ്റുള്ളൂ? മെമ്പേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. കാരണം ജനറൽ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സിൻ്റെ ഉള്ളിൽ മാത്രം നടക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ അത് മെമ്പേഴ്സിന് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ഈവൻ ഡിബെഞ്ചർ ഹോൾഡേഴ്സിനൊന്നും പറ്റില്ല. ഫീസില്ല. അറ്റ്ലീസ്റ്റ് 2 hours ഇൻ ഈച്ച് ബിസിനസ് ഡേ ഷാൾ ബി അലൗഡ് ഫോർ ഇൻസ്പെക്ഷൻ. ഈ സാധനം മറ്റോടത്തും ഉണ്ട് കേട്ടോ, രജിസ്റ്ററിൽ. നമ്മൾ നോട്ടിൽ വന്നിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ദിവസം ബിസിനസ് അവേഴ്സിൽ എപ്പോൾ വേണമെങ്കിലും നോക്കാന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ 10 മണി മുതൽ 10:30 വരെ എന്ന് വെക്കാൻ പറ്റില്ല. കാരണം മിനിമം എന്താണ് 2 മണിക്കൂറെങ്കിലും ദിവസം, എല്ലാ ദിവസവും ബിസിനസ് അവേഴ്സിൽ പറ്റുന്നാണല്ലോ പറഞ്ഞത്. അപ്പം എല്ലാ ദിവസവും 2 മണിക്കൂറെങ്കിലും ഇത് ഷാൾ ബി അലൗഡ് ഫോർ ഇൻസ്പെക്ഷൻ. 2 മണിക്കൂറെങ്കിലും ഇത് ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ കമ്പനിക്ക് തീരുമാനിക്കാം എത്ര സമയം മുതൽ എത്ര സമയം വരെ എന്നുള്ളതൊക്കെ. പക്ഷെ മിനിമം 2 മണിക്കൂർ വേണം. A copy of the minutes referred shall be liable to be furnished to the member within 7 days after the request was made in that behalf to the company and on payment of such fees as prescribed. ഇപ്പോൾ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ 7 ദിവസം മുന്നേ അറിയിക്കണം. അതേപോലെ തന്നെ ഫീസ് കൊടുക്കുകയും വേണം. ആസ് പ്രിസ്ക്രൈബ് എന്ന് പറയുമ്പോൾ റൂൾസ് എന്താണുള്ളത് അതനുസരിച്ചിട്ട്.
Okay, refusing right of inspection to a member or non-furnishing of copy of minutes. Company 25,000, every officer default 5,000. Also, tribunal may by an order direct an immediate inspection of the minute book or direct that copy required shall forthwith be sent to the person requiring it. അപ്പോൾ തന്നെ കൊടുക്കാൻ വേണമെങ്കിൽ ട്രൈബ്യൂണലിൽ ഓർഡർ ഇടാൻ പറ്റും. Okay, section 120, maintenance and inspection of documents in electronic form. Every listed company or a company having at least 1,000 shareholders, debenture holders and other security holders may maintain its records in electronic form. The main ആണ് പറയുന്നുണ്ടെങ്കിൽ ഇത് കമ്പൽസറി ആണ്. കമ്പൽസറി ആണ് ഇത്. The MD, CS or any other director or officer of the company as board of directors may decide shall be responsible for maintenance and security of electronic records. The records maintained in e-form shall be made available for inspection by the company in e-form. Copies shall be provided upon payment of fee not exceeding rupees 10 per page. അപ്പോൾ ഇവിടെ പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞില്ലേ ഫീസ്, ആ ഫീസാണ് താഴെ പറഞ്ഞത്. ഒരു പേജിന് 10 രൂപ. അതന്നെ രജിസ്റ്ററിലും പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ അതൊന്ന് വായിച്ചോ.
മീറ്റിംഗ് കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ, അതായത് മിനിറ്റ്സ് എഴുതി വെക്കണം എന്നാണല്ലോ, മിനിറ്റ്സിന്റെ സെപ്പറേറ്റ് ബുക്കിൽ വെക്കുക വേണമെന്നുള്ളതാണല്ലോ. ചിലപ്പോ ചർച്ചയാണല്ലോ, ചർച്ച ആകുമ്പോൾ കൂടെ അതിനും കൂടെ എഴുതാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ റെക്കോർഡ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് 30 ഡേയ്സിനുള്ളിൽ ഈ ബുക്കിൽ എഴുതി ഇയാൾ സൈൻ ചെയ്തിട്ട് വെക്കണം. 30 ദിവസത്തിനുള്ളിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാല് 30 ദിവസത്തിന് ശേഷം ഒരു മെമ്പർ ഇൻസ്പെക്ട് ചെയ്യാൻ വന്നാല് മിനിറ്റ്സിൽ അത് ഉണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് ട്രൈബ്യൂണലിൽ പോകാൻ പറ്റും. ഓക്കെ, അപ്പോ അടുത്തത് മീറ്റിംഗ്സ്. എന്തൊക്കെ മീറ്റിംഗ് അറിയണ കാര്യമാണ്. ആനുവൽ ജനറൽ മീറ്റിംഗും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗും AGM-ഉം EGM-ഉം. ഓക്കെ, അപ്പൊ AGM എപ്പോഴൊക്കെയാണ് നടക്കേണ്ടത്, ആരാണ് അത് വിളിക്കുക, എന്തൊക്കെയാണ് നടക്കുക, ഇതൊക്കെയാണ് പറയണത്. അപ്പൊ AGM എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എല്ലാ വർഷവും കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ 6 മാസം 6 മന്ത്സിന്റെ ഉള്ളിലാണ് AGM നടക്കേണ്ടത്. പക്ഷെ അത് ഫസ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ വർഷമാണെന്നുണ്ടെങ്കിൽ 9 മന്ത്സിന്റെ ഉള്ളിലാണ് നടക്കേണ്ടി വരിക. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കാം. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ഇപ്പോൾ
മുന്നേ എപ്പോഴോ തുടങ്ങിയിട്ടുള്ള 2001 ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി വിചാരിച്ചോ. ഇപ്പൊ 2020-21 കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു മെയ് 31 AGM നടത്തി. മെയ് 31, 2022 വിത്തിൻ ടൈം ലിമിറ്റ് അല്ലേ? അല്ലേ? ആണ്. പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമില്ലല്ലോ? ഇല്ല. 2022 21. ഇനി അടുത്ത വർഷം 21-22 ഇവരൊരു മെയ് 31, 2022 നടത്തിയത്. അത് വിത്തിൻ ടൈം ലിമിറ്റ് അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഉണ്ടോ? ഇല്ല. 22-23 ഇവർ നടത്തിയത് സെപ്റ്റംബർ 30, 2023 വിത്തിൻ ടൈം ലിമിറ്റ് അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? വേറെ പ്രശ്നമുണ്ട് ഇവിടെ. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് എത്ര ഉണ്ട്? മോർ ദാൻ 15 months ആകാൻ പാടില്ല. അപ് ടു 15 months അല്ലെങ്കിൽ മാക്സിമം 15 months ഗ്യാപ്പ് ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ മെയ് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ 16 മാസമായില്ലേ? 16 മാസമായി. അപ്പൊ അത് പറ്റൂല. ഓക്കെ. അപ്പൊ 2 AGMകൾ തമ്മിലുള്ള വ്യത്യാസം മാക്സിമം 15 months ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പൊ അതാണ് ഇതിൽ അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയാനുള്ളത്. ഓക്കെ. ബാക്കി എന്താ? AGM എല്ലാ വർഷവും നടക്കണം. ഫസ്റ്റ് AGM ആണെങ്കിൽ വിത്തിൻ 9 months ഓഫ് ദി 9 months ഓഫ് ഇൻകോർപ്പറേഷൻ ആണ്. സെക്ഷൻ ഇൻകോർപ്പറേഷൻ എന്നല്ല, ഫ്രം ദി ഫിനാൻഷ്യൽ ഇയർ ആണ്. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി ഷുഡ് ബി ഹെൽഡ് വിത്തിൻ 9 months ഫ്രം ദി ക്ലോസിംഗ് ഓഫ് ദി ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ഇതൊക്കെ നമ്മൾ ഓഫീസിൽ ചെയ്യുന്ന കാര്യമാണ്. വിത്തിൻ 9 months ഫ്രം ദി ക്ലോസിംഗ് ഓഫ് ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. Okay. Subsequent annual general meetings of the company should be held within 6 months from the closing of the financial year. Okay. The gap between two AGMs should not exceed 15 months. ഈ കമ്പനീസിൽ വേറെ സംഭവം ഉണ്ട്. ഫിനാൻഷ്യൽ നമ്മൾ മുന്നേ പറഞ്ഞു തോന്നുന്നു. അതായത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോഴേ ഇപ്പോൾ 2023 ഫസ്റ്റ് മാർച്ചിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു കമ്പനി വിചാരിച്ചോ. അപ്പോൾ 2022-23 ഇവർ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ 2022-23 ആകെ ഒരു മാസമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കമ്പനീസ് ആക്ടിൽ സംഭവം ഇൻകം ടാക്സ് ഒന്നും അല്ല കേട്ടോ. കമ്പനീസ് ആക്ടിൽ പറയാൻ എന്താ വെച്ചാൽ ലെസ് ദാൻ 3 months ആണെന്നുണ്ടെങ്കിൽ, ഏത് ഇയർ ഓഫ് ഇൻകോർപ്പറേഷനിൽ ലെസ് ദാൻ 3 months ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്താൽ മതി വെച്ചാൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ കൂടെ കൂട്ടിയാൽ മതി. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഇവർക്ക് ആദ്യത്തെ ഫിനാൻഷ്യൽ ഇയറിൽ 15 months വരെ വരാം. ഓക്കെ. അപ്പോൾ ഇവരെന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് മാർച്ച് മുതൽ ഈ അടുത്ത മാർച്ച് 31. ഇപ്പോൾ 31 മാർച്ച് 2024 ഇത് ഒരു ഇതാണ് ഒരു ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ഇതാണ് ഇവിടെ ഫസ്റ്റ് ഇയർ ആയിട്ട് എടുക്കുക. എന്ന് പറഞ്ഞാൽ 13 മാസം ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഇവരെന്ത് ചെയ്യണ്ട? ഫസ്റ്റ് മാർച്ച് 2023 ഇൻകോർപ്പറേറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ ഇവിടുന്ന്, അതായത് 31 മാർച്ച് 2023 9 മാസം. അപ്പോൾ 31 ഡിസംബർ 2023 ഫസ്റ്റ് AGM നടത്തേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഫസ്റ്റ് ഫിനാൻഷ്യൽ എൻഡ് ചെയ്യുക 31 മാർച്ച് 2024. അപ്പോൾ ഇവിടുന്ന് ആയിരിക്കും പിന്നെ 9 മാസം നോക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. പക്ഷെ അതിവിടെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടില്ല. സംഭവം ഉണ്ട് നമ്മളെ ഡെഫിനിഷൻസിൽ ചിലപ്പോൾ നോക്കി നോക്കിയാൽ ഫിനാൻഷ്യൽ ഇയർ
നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നോക്ക്, വായിക്കാം വിവരങ്ങളിൽ. Financial year in relation to any company or body corporate means the period ending on the 31st day of the March every year, and where it has been incorporated on or after the first day of January of a year, period ending on the 31st day of March of the following year. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജാനുവരിക്ക് ശേഷം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അതാണെങ്കിൽ അടുത്ത വർഷത്തെ 31 മാർച്ച്. അപ്പോൾ ഇത് 2023 ആണെങ്കിൽ അടുത്ത വർഷത്തെ എന്ന് പറയുമ്പോൾ 31 മാർച്ച് 2024. മനസ്സിലായില്ലേ? ഇവിടെ where it has been incorporated on or after the first day of January of a year, the period ending on the 31st day of March of the following year, in respect whereof financial statements of the company or body corporates is made up. Provide that where a company or body which is a whole is required to follow a different financial. Okay, അപ്പോൾ സംഭവം അതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. അപ്പോൾ കൺഫ്യൂഷൻ വരണ്ട. അതായത് AGMന്റെ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ ചോദിക്കും. എപ്പോഴാണ് ഈ ദിവസമാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തത്, അപ്പോൾ എന്താണ് ഫസ്റ്റ് AGM നടത്തേണ്ടതെന്ന് വെച്ചാൽ അവിടുന്ന് 9 മാസം നോക്കണ്ട, ഫസ്റ്റ് വൈയായിരുന്നു, നെക്സ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. വേണമെങ്കിൽ ജസ്റ്റ് എഴുതി വെച്ചോ, ഒരു എക്സാമ്പിൾ എഴുതിക്കോ. കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഓൺ 1st March 2023. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിക്കോട്ടോ. റെഫർ സെക്ഷൻ 241 ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഇപ്പൊ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എൻഡ്സ് ഓൺ 31st March 2024 അല്ലേ? therefore ഫസ്റ്റ് AGM ഇവിടുന്ന് പ്ലസ് 9 months 31st December 2024. ഓക്കെ, ഇനി എക്സ്റ്റൻഷൻ ഓഫ് വാലിഡിറ്റി പീരീഡ് ഓഫ് AGM. ഇപ്പൊ നോർമലി 6 മാസം അല്ലെങ്കിൽ 9 മാസത്തിലാണ് AGM നടത്തേണ്ടത്. അപ്പൊ ആ സമയം ഇപ്പോൾ സാധാരണ നമ്മൾ AGM നമ്മൾ അക്കൗണ്ട്സിൽ പഠിക്കും. അതായത് AGM നടക്കുന്നതിന്റെ മുന്നേ ആയിട്ട് അക്കൗണ്ട്സ് അപ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം ബോർഡ് മീറ്റിംഗിൽ അക്കൗണ്ട്സ് അപ്രൂവ് ചെയ്യും. അവിടുന്ന് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജനറൽ മീറ്റിംഗിൽ കൊണ്ടുവരും. ജനറൽ മീറ്റിംഗിൽ അക്കൗണ്ട്സ് അപ്രൂവ് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ വർഷത്തെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെമ്പേഴ്സിന്റെ മുന്നിൽ സമർപ്പിക്കുക. അത് അപ്രൂവ് ചെയ്യും സ്വാഭാവികമായിട്ടും. അപ്പോൾ ചിലപ്പോൾ എന്താക്കുന്ന വെച്ചാൽ ഓഡിറ്റ് ചിലപ്പോൾ ഡിലേ വരും അല്ലേ? ഓഡിറ്റ് ഇപ്പോൾ ചിലപ്പോൾ ഓഡിറ്റേഴ്സിന് കൃത്യമായിട്ട് സമയത്തിനുള്ളിൽ ഇവർക്ക് അതാണ് സാധാരണ സംഭവിക്കുക. അതായത് അവർ സമയത്തിനുള്ളിൽ സാധനം കൊണ്ടുവരില്ല. ഇപ്പോൾ നമ്മൾ നോർമലി ഏപ്രിൽ കഴിഞ്ഞാൽ തന്നെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അക്കൗണ്ട്സ് കൊണ്ടുവരൂ ടൈംലി തീർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കൊണ്ട് 4-5 വട്ടം മേലെ കാര്യമുണ്ട്. ഇവര് സെപ്റ്റംബർ 30 ലാസ്റ്റ് പോയി സെപ്റ്റംബർ 28 കൊണ്ടുവരിക. അപ്പം നമ്മളവിടെ വെക്കും. അങ്ങനെ പോലെ സമയത്ത് ഫെയിൽ ചെയ്യണ്ട. 2-3 ഇത് സൈനിങ് അല്ലേ, ഓഡിറ്റിംഗ് അല്ലേ, നമ്മൾ അതൊന്നും നോക്കാണ്ട് സൈൻ ചെയ്ത് അവസാനം നമ്മളെ തലയിലാകും. അപ്പം എന്താ സംഭവിക്കുക വെച്ചാൽ സമയത്തിനുള്ളിൽ അക്കൗണ്ട്സ് ഓഡിറ്റിങ് കഴിയൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാതെ ഒരിക്കലും AGM നടത്താൻ പറ്റില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ട് AGM ഡിലേ ആവും. ഓക്കെ, അപ്പം അങ്ങനെ ഡിലേ ആകുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റൻഷൻ പീരീഡിന് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ മാക്സിമം എത്ര എക്സ്റ്റൻഷൻ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. മാക്സിമം എക്സ്റ്റൻഷൻ കിട്ടുക 3 months ആണ്. If a company is unable to hold an AGM within the prescribed time, ROC may, for special reasons, extend the time within which AGM shall be held. Such extension cannot be for a period exceeding 3 months. However, ROC cannot grant extension for holding the first AGM. First AGM extension കിട്ടില്ല. ഓക്കെ, അപ്പോൾ സബ്സിക്വന്റ് AGMകൾക്കാണ്, എന്താണ് 2ാം വർഷം മുതലുള്ള AGMകൾക്കാണ് പിന്നെ ഈ 3 months എക്സ്റ്റൻഷൻ കൊടുക്കുക, ഫസ്റ്റ് AGMന് കൊടുക്കില്ല. ടൈം ആൻഡ് പ്ലേസ് ഫോർ ഹോൾഡിംഗ് AGM ബിസിനസ് അവേഴ്സിലാണ്, അതായത് 9 to 6. നോട്ട് എ നാഷണൽ ഹോളിഡേ. ഏതൊക്കെ നാഷണൽ ഹോളിഡേ? ആകെ 3 ഉള്ളൂ നാഷണൽ ഹോളിഡേ. റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, പിന്നെ ഒന്നും കൂടി ഗാന്ധി ജയന്തി. ആ 3 ഉള്ളൂ. അതാണ് നാഷണൽ ഹോളിഡേ കേട്ടോ. ഡിക്ലെയർഡ് നാഷണൽ ഹോളിഡേ അതാണ്. ഓക്കെ, പ്ലേസ് രജിസ്റ്റേർഡ് ഓഫീസ്. രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുമ്പോൾ എല്ലാ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അവരെ ഒരു വർഷത്തിലൊരിക്കലും ഒരു AGM നടത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഒരു ഹോൾ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്താൽ മതി, രജിസ്റ്റേർഡ് ഓഫീസ് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ആ സെയിം സിറ്റിയിൽ തന്നെയുള്ള മറ്റേതെങ്കിലും സ്ഥലത്ത്, അപ്പോൾ ഏതെങ്കിലും ആ സിറ്റിയിലുള്ള ഏതെങ്കിലും ഹോട്ടലിലോ ഒക്കെ നടത്തിയാലും മതി. പക്ഷെ അതിനപ്പുറം പോകാൻ പറ്റില്ല. AGM of unlisted company may be held at any place if consent is given in writing or by electronic mode by all the members in advance. ഓക്കെ, അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ. പിന്നെ അപ്പോൾ എന്താ പറഞ്ഞാൽ ലിസ്റ്റഡ് കമ്പനീസിന് എപ്പോഴും എന്താ പറ്റുള്ളൂ, സെയിം ടൗണിലേ പറ്റുള്ളൂ. അൺലിസ്റ്റഡ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഓൾറെഡി കൺസെന്റ് കൊടുക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നടത്താൻ പറ്റും. ഇതിലേ ഇന്ത്യക്ക് പുറത്ത് പോകാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ഇന്ത്യയിലാണ് കേട്ടോ, പ്ലേസ് ഇൻ ഇന്ത്യ. Annual general meeting of an unlisted company may be held at any place in India. അപ്പോൾ അതവിടെ നോട്ട് ചെയ്തോ, at any place in India. ഇന്ത്യക്ക് പുറത്ത് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് സെക്ഷൻ 96. സെക്ഷൻ 97 പിന്നെ മെമ്പേഴ്സ് അല്ലാതെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണല്ലോ നോർമലി വിളിക്കുക AGM ഒക്കെ. അപ്പോൾ ഡയറക്ടേഴ്സ് സമയത്തിനുള്ളിൽ ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു മെമ്പറിന്റെ അപ്ലിക്കേഷൻ പ്രകാരം ട്രൈബ്യൂണലിൽ ബോർഡ് മീറ്റിംഗ് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കിട്ടും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തായാലും അതിന് പെനാൽറ്റി കാര്യങ്ങളുണ്ടാവും. കാരണം അത് അവരുടെ ഉത്തരവാദിത്തമാണ് മീറ്റിംഗ് വിളിക്കുക എന്നുള്ളത്. അപ്പോൾ അവർ മീറ്റിംഗ് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെമ്പേഴ്സ് പോയിട്ട് ട്രൈബ്യൂണലിനെ സമീപിച്ചാൽ കമ്പനി എന്ത് ചെയ്യും, ട്രൈബ്യൂണൽ എന്ത് ചെയ്യും, ഈ കമ്പനിയുടെ AGM വിളിക്കും. അപ്പോൾ അതിലൊരു വളരെ പ്രധാനപ്പെട്ട സംഭവമുണ്ട്. നോക്കി ലാസ്റ്റ് പോയിന്റ്, ഗീവ് സച്ച് ആൻസിലറി ഓർ കോൺസിക്വൻഷ്യൽ ഡയറക്ഷൻസ്, അതായത് ഇൻക്ലൂഡിംഗ് ദ ഡയറക്ഷൻ ദാറ്റ് വൺ മെമ്പർ ഓഫ് ദി കമ്പനി present in person or proxy shall be deemed to constitute a quorum. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ, മിനിമം എത്ര ആൾ വേണമെന്ന് കോറൊക്കെ പറയണ്ടല്ലോ, പക്ഷെ ആരുമില്ല. അപ്പോൾ ആരും മീറ്റിംഗ് ഒന്നും ആരും വന്നിട്ടില്ല, അല്ലെങ്കിൽ കമ്പനി ആകാതെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും, ഡിഫോൾട്ട് ആകെ ഇടിയും പിടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മെമ്പർ പോയി ട്രൈബ്യൂണലിനെ സമീപിച്ചാൽ ട്രൈബ്യൂണൽ ആ ആളുടെ വെച്ചിട്ട് തന്നെ, ആ ഒറ്റ ആളെ വെച്ചിട്ട് മീറ്റിംഗ് നടന്നതായിട്ട് പ്രഖ്യാപിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ആൾക്ക് ഇഷ്ടമുള്ള നിയമം എഴുതി വെക്കാം അല്ലേ, ആ ആൾക്ക് ഇഷ്ടമുള്ള സാധനം റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ബാക്കിയുള്ള ആൾക്കാർ കൂടി വരണം. ഓക്കെ, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ അവർ ചിലപ്പോൾ ഫസ്റ്റ് റെസൊല്യൂഷൻ പാസ്സാക്കുന്ന റെസൊല്യൂഷൻ പറഞ്ഞാൽ എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും പുറത്താക്കിയിട്ട് ഞാനായി ഡയറക്ടർ വെച്ചൂടെ. പക്ഷെ അയാൾക്ക് ഒറ്റക്ക് ഇത് കിട്ടില്ലേ, പറ്റും. അതാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് 100% ആയില്ലേ, ഒരാളേ ഉള്ളൂ, അയാൾ തന്നെ വോട്ട് ചെയ്തു, 100% വോട്ടായി. അപ്പൊ അതാണ് അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇപ്പൊ സെക്ഷൻ 97 പറയണത് ഏതെങ്കിലും ഒരു മെമ്പർ പോയി പറഞ്ഞിട്ട് ട്രൈബ്യൂണൽ നടത്തുക എന്നുള്ളതാണ്.
അടുത്ത സെക്ഷനിൽ പറയുന്നത് ട്രൈബ്യൂണലിൽ തന്നെ സ്വയം എന്ത് ചെയ്യാം, വിളിക്കാൻ പറ്റും. അപ്പൊ അതെപ്പോഴാണ് സംഭവിക്കാന്ന് വെച്ചാൽ എന്താ പറയാ, ഇപ്പോ നോർമലി ഡയറക്ടേഴ്സ് ആണല്ലോ വിളിക്കുക. ഇപ്പൊ ഡയറക്ടേഴ്സ് എന്തെങ്കിലും ചിലപ്പോൾ എല്ലാവരും മരിച്ചു പോയി വിചാരിച്ചു, എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് എല്ലാവരും മരിച്ചു പോയി വിചാരിച്ചു, അപ്പോൾ വിളിക്കാറില്ലല്ലോ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഈ പെട്ടെന്ന് ഒരു EGM ഒക്കെ വിളിക്കുക, അല്ലെങ്കിൽ ജനറൽ മീറ്റിംഗ് വിളിക്കുക. ഈ നോർമലി പെട്ടെന്ന് വിളിക്കേണ്ടിയിരിക്കും. കാരണം എന്താ, അപ്പൊ തന്നെ പുതിയ ഡയറക്ടർ ബോർഡിനെ അപ്പോയിന്റ് ചെയ്യണം ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഉടനെ തന്നെ എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിന് വേണമെങ്കിൽ ഒരു EGM ഒക്കെ വിളിക്കുക. എന്നിട്ട് അവിടുത്തെ ഡിസിഷൻസ് എന്താ വെച്ചാൽ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ സെക്ഷൻ 98 deals with the power of tribunal to call the meeting of members in certain circumstances. If it is impractical to call an EGM, the tribunal may either suo moto, സ്വയം ചെയ്യാൻ പറ്റും, or on an application of any director or member of the company entitled to vote at the meeting. ഇത് ശരിക്കും EGM-ന്റെ ഭാഗമാണോ? EGM ആണ്. ഞാനത് ഒരു പണി EGM ഓറിയന്റേഷൻ പറയാം. അതായത് സംഭവം ഇതാണ്, പെട്ടെന്ന് എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ ട്രൈബ്യൂണലിന് പെട്ടെന്ന് വിളിക്കാനുള്ള സംഭവമാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചു, അപ്പോൾ വേറെ ആരുമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മെമ്പർ പറഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ മാത്രം ബാക്കിയായി, എങ്ങനെയാലും പല സിറ്റുവേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഇപ്പോൾ ഡയറക്ടേഴ്സ് ഉണ്ട് വിചാരിച്ചോ, എല്ലാവരും തല്ലുകൂടിയിട്ട് രണ്ട് സൈഡിലാണ്, ഇപ്പോൾ ഒരാൾ മാത്രം ഒറ്റയാനായിട്ട് ബാക്കിയായി. അപ്പോൾ ഇയാൾ പോയിട്ട് അപ്ലൈ ചെയ്തു EGM-ന്റെ കാര്യത്തിൽ, എന്നിട്ട് എന്ത് ചെയ്യണം, ബാക്കിയുള്ളവരൊക്കെ പുറത്താക്കിയിട്ട് പുതിയ ആളെ കൊണ്ടുവരണം. അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനിക്ക് എന്താണ് അടുത്ത AGM വരെ നീണ്ടെടുക്കാൻ പറ്റില്ലല്ലോ, കമ്പനി മുന്നോട്ട് പോകണ്ടേ. അപ്പൊ അതിനാണ് EGM വിളിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ EGM വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തീർപ്പാക്കിയിട്ട് കമ്പനിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിനെ സമീപിക്കാൻ പറ്റും. അതാണ് സെക്ഷൻ 98. അപ്പൊ ഞാൻ അതിപ്പോ പറയാലോ. ഏതായാലും പിന്നെന്താണ്, ഓർഡർ മീറ്റിംഗ് ഓഫ് ദി കമ്പനി ടു ബി കോൾഡ്, ഹെൽഡ് ആൻഡ് കണ്ടക്ട് ഇൻ ദ മാനർ ആസ് ട്രൈബ്യൂണൽ തിങ്സ് വിത്ത് ആൻഡ് ഗിവ് ആൻസിലറി ഓർ കോൺസിക്വൻഷ്യൽ ഡയറക്ഷൻസ്. ഇത് EGM ആണ്. Okay, punishment for default in complying with section 96 to 98. Company and every officer in default shall be punishable with a fine which may extend to 1 lakh in case of continuing default, with a further fine which may extend to 5,000 for every day during which the default continues. ഓക്കെ, സെക്ഷൻ 121 ഇത് ഓൺലി ഫോർ ലിസ്റ്റഡ് കമ്പനീസ് ആണ്. ലിസ്റ്റഡ് കമ്പനീസ്. അപ്പൊ റിപ്പോർട്ട് ഓഫ് AGM എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്പനിയുടെ മീറ്റിംഗ് കഴിഞ്ഞാൽ മിനിറ്റ്സ് ഉണ്ടാക്കണ്ടല്ലോ അല്ലെ. മിനിറ്റ്സിന് പുറമേ ആയിട്ട് എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ആ മീറ്റിംഗ് നടന്നതിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് AGM-ൽ ROC-ക്ക് ഫയൽ ചെയ്യണം. MGT 50 എന്നാണ് ഫോമിൽ. വിത്തിൻ 30 days ഓഫ് ദി കൺക്ലൂഷൻ ഓഫ് AGM. അതാണ് റിപ്പോർട്ട് ഓൺ AGM. ദിസ് റിപ്പോർട്ട് ഷാൽ ബി ഇൻ അഡീഷൻ ടു ദി മിനിറ്റ്സ് ഓഫ് ജനറൽ മീറ്റിംഗ്. ദ റിപ്പോർട്ട് ഷാൽ ബി സൈൻഡ് ആൻഡ് ഡേറ്റഡ് ബൈ ദി ചെയർപേഴ്സൺ ഓഫ് ദി മീറ്റിംഗ് ഇൻ കേസ് ഓഫ് ഹിസ് ഇനബിലിറ്റി ടു സൈൻ ബൈ എനി 2 directors, one of whom shall be MD and the company secretary of the company. എന്തൊക്കെ ഉണ്ടാവുക, ഡേറ്റ്, ഡേ, അവർ, വെന്യൂ ഓഫ് AGM, കൺഫർമേഷൻ വിത്ത് റെസ്പെക്ട് ടു അപ്പോയിന്റ്മെന്റ് ഓഫ് ചെയർപേഴ്സൺ, നമ്പർ ഓഫ് മെമ്പേഴ്സ് അറ്റൻഡിങ് ദ മീറ്റിംഗ്. നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്, ആൾക്കാരുടെ പേരൊന്നും വേണ്ട. കൺഫർമേഷൻ ഓഫ് കോറം, കൺഫർമേഷൻ വിത്ത് റെസ്പെക്ട് ടു കംപ്ലൈൻസസ് വിത്ത് ആക്ട് റൂൾസ് സ്റ്റാൻഡേർഡ്സ്, ബിസിനസ് ട്രാൻസാക്റ്റഡ് അറ്റ് ദി മീറ്റിംഗ് ആൻഡ് റിപ്പോർട്ട്, പെർട്ടിക്കുലേഴ്സ് ഓഫ് അഡ്ജോൺമെന്റ്, പോസ്റ്റ്പോൺമെന്റ് ആൻഡ് ചേഞ്ച് ഓഫ് വെന്യൂ, എനി അതർ റിലവന്റ് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 121 provides the provisions relating to preparation of report on AGM. Every listed company shall prepare a report on AGM, including the confirmation to the effect that the meeting was convened, held and conducted as per the provisions of the Act. Penalty. Company code like continue 500 for each day, maximum 5 lakh. Not less officer default 25,000, 500 will reach there, maximum 1 lakh. Okay, in EGM, extraordinary general meetings. അപ്പോൾ EGM ആണെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴായിരിക്കും അല്ലേ EGM വിളിക്കുക. സ്വാഭാവികമായിട്ടും
നോർമലി ആരാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയാണ് വിളിക്കുക. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇവിടെ നമ്മൾ നേരത്തെ പിന്നെ റെസൊല്യൂഷന്റെ കേസിൽ റിക്വസിഷൻ കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അതെന്താണ് ഒരു മീറ്റിംഗ് വരുമ്പോൾ അതിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണ്. ഇവിടെ അതൊന്ന് പിന്നെന്താണ് ഇപ്പം മീറ്റിംഗ് നടക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടാണല്ലോ എന്ന് പറഞ്ഞാൽ അടുത്ത സെപ്റ്റംബർ ആ സമയത്താണ് വിചാരിച്ചത്. ഇപ്പൊ സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ നവംബർ ആയപ്പോൾ ഒരു അടിയന്തരമായിട്ട് ഒരു കാര്യം കൂടി തീരുമാനിക്കണം. ഓക്കെ, ഏതെങ്കിലും ഡയറക്ടേഴ്സിനെ പുറത്താക്കണം, അല്ലെങ്കിൽ അയാൾ ഫ്രോഡ് നടത്തിയതായിട്ട് ഏതെങ്കിലും മെമ്പർക്ക് വിവരം കിട്ടി, മനസ്സിലായോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അടിയന്തരമായിട്ട് എന്തെങ്കിലും മീറ്റിംഗ് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ നമ്മൾ ഓൾറെഡി ലിമിറ്റ് ഒക്കെ പറഞ്ഞാണ്, എന്താണ് 1/10 ഓഫ് ദി ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ. ഇനി ഷെയർ ഇല്ലാത്തവരാണെങ്കിൽ 1/10 ഓഫ് ദി ടോട്ടൽ വോട്ടിംഗ് പവർ ഉള്ള ഷെയർ ഹോൾഡേഴ്സ് കൂടിയിട്ട് ഒരു EGM-നെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കമ്പനി എന്ത് ചെയ്യണം, ഈ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 21 ഡേയ്സ്, കാരണം ഇന്ത്യ 21 ഡേയ്സ് നോട്ടീസ് കൊടുക്കണ്ടേ, മെമ്പേഴ്സിനൊക്കെ നോട്ടീസ് കൊടുക്കണ്ടേ. അപ്പോൾ വിത്തിൻ 20, അപ്പോൾ അതിന് മുന്നേ നടത്തരുത്, വിത്തിൻ 20 ഡേയ്സ് എന്ത് ചെയ്യണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് വിളിക്കുക. പക്ഷെ അത് നോട്ട് ലേറ്റർ ദാൻ 45 ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് സച്ച് റിക്വസിഷൻ. ഓക്കെ, അപ്പൊ 1/10 മെമ്പേഴ്സിന്റെ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും EGM അപ്പം വിളിക്കണം. 21 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാവൂ, കാരണം നോട്ടീസ് കൊടുക്കണം ബാക്കിയുള്ള മെമ്പേഴ്സിന്. ഓക്കെ, എല്ലാ മെമ്പേഴ്സിനും. പക്ഷെ അത് മാക്സിമം 45 ഡേയ്സിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ. അപ്പൊ രണ്ട് സിറ്റുവേഷനാണ് പറഞ്ഞത്. ഒന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിളിക്കുക, അവർ സ്വമേധയാ വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ മീറ്റിംഗ് വിളിക്കണം, ഏതെങ്കിലും റെസൊല്യൂഷൻ പാസ്സാക്കണം എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ബോർഡ് തന്നെ വിളിക്കുക. രണ്ടാമത്തത് വിളിക്കുന്നത് ബോർഡ് തന്നെയാണ്, പക്ഷെ അവിടെ എന്തുണ്ട്, മെമ്പേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ്. എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് ഏതെങ്കിലും ഇഷ്യൂ പറഞ്ഞിട്ട് അതിന് വെച്ചിട്ടാണ് വിളിക്കണത്. മൂന്നാമത്തത് എന്ന് പറഞ്ഞാല് ഈ റിക്വസിഷൻ കൊടുത്ത ആൾക്കാരുണ്ടല്ലോ, റിക്വസ്റ്റ് കൊടുത്ത ആള് റിക്വസ്റ്റ് കൊടുത്തു, 45 ദിവസം കഴിഞ്ഞിട്ടും കമ്പനി വിളിച്ചില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ ബോർഡ് മീറ്റിംഗ് വിളിക്കാം. മെമ്പേഴ്സിന്, ഈ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ള മെമ്പേഴ്സിന് തന്നെ ബോർഡ് മീറ്റിംഗ് വിളിക്കാം. അതാണ് മൂന്നാമത്തെ പോസിബിലിറ്റി. ദ റിക്വസിഷനിസ്റ്റ് themselves may call and hold the meeting within 3 months from the date of requisition. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആദ്യം റിക്വസ്റ്റ് കൊടുത്തിട്ട് 45 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് വിളിക്കാൻ പറ്റുക, അല്ലെ? 45 ദിവസത്തിനുള്ളിൽ ആരാ മറ്റൊരു വിളിക്കണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ വിളിക്കണം. അത് കഴിഞ്ഞിട്ടും വിളിച്ചിട്ടില്ലെങ്കിൽ അടുത്തൊരു 45 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഇവർ വിളിക്കണം. കാരണം 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിക്വസിഷൻ ആണ്. എന്ന് പറഞ്ഞാൽ 90 ദിവസമാണല്ലോ നോർമലി, അല്ലെ? ഓൾറെഡി 45 ദിവസം കഴിഞ്ഞു, അതുകൊണ്ടാണല്ലോ ഇവർ മുന്നിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അടുത്തൊരു 45 ദിവസം എന്ന് പറഞ്ഞാൽ 45, 46 അല്ലെങ്കിൽ 44, ഈ മറ്റേ ഫെബ്രുവരി ഒക്കെ വന്നാലോ, അല്ലേ? ഓക്കെ, അപ്പൊ 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിക്വസിഷൻ. പ്ലേസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജനറലി ഫോർ എനി പ്ലേസ് വിത്തിൻ ഇന്ത്യ. പക്ഷേ ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ കമ്പനി. ഇപ്പോൾ ഫോറിൻ കമ്പനിയുടെ ഇങ്ങനെ പറയാലോ, ഇപ്പൊ ഈ ആമസോൺ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ, കമ്പനി ഉണ്ട്. അപ്പൊ അതെന്തായിരിക്കും, ഈ ആമസോൺ എന്നുള്ള അമേരിക്കൻ കമ്പനിയുടെ, സപ്പോസ് എക്സാമ്പിൾ പറയണേ, ആമസോൺ എന്നുള്ള അമേരിക്കൻ കമ്പനിയുടെ 100% സബ്സിഡി ആയിരിക്കും ചിലപ്പോൾ. എന്ന് പറഞ്ഞാൽ അവരായിരിക്കും ഫുള്ളി അതിനെ ഓൺ ചെയ്യണത് ഇവിടെ. ഇപ്പൊ ആമസോൺ എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ ലിസ്റ്റഡ് ഒന്നല്ല. ഇന്ത്യയിൽ ലിസ്റ്റഡ് ആകണമെന്നുണ്ടെങ്കിൽ മാക്സിമം 75% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടാകാൻ പാടുള്ളൂ, ബാക്കി 25% പബ്ലിക് ആയിരിക്കണം, അല്ലേ? അപ്പൊ ആമസോൺ ഇവിടെ ലിസ്റ്റഡ് ഒന്നല്ല, അവിടെ ലിസ്റ്റഡ് ആയിരിക്കും അമേരിക്കയിൽ, അവിടുത്തെ ഷെയർ മാർക്കറ്റിൽ. അപ്പൊ അവരുടെ എക്സാമ്പിൾ എനിക്കറിയില്ല കേട്ടോ, 100% സബ്സിഡിയറി ആകണമെങ്കിൽ അവരുടെ മീറ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യക്ക് പുറത്ത് നടത്താൻ പറ്റും. ഓക്കെ, ഈ സബ്സിഡിയുടെ മീറ്റിംഗ് ഇന്ത്യക്ക് പുറത്ത് നടത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ആ മീറ്റിംഗ് EGM ഇൻ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ നടത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് EGM. അപ്പൊ ഇതിന്റെ ഭാഗമാണ് കേട്ടോ സെക്ഷൻ 98. അപ്പൊ അതോടെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സെക്ഷൻ 122, ഈ ചാപ്റ്ററിന്റെ OPC-യുമായിട്ടുള്ള അപ്ലിക്കബിലിറ്റി. അപ്പൊ OPC ആയിട്ട് ഒട്ടും ചേർന്ന് പോകാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മീറ്റിങ്ങിൽ ചെയർപേഴ്സണെ വെക്കുക, പ്രോക്സിനെ വെക്കുക, വോട്ടിംഗ് റൈറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ അതൊന്നും ഈ സെക്ഷന്, ഈ ചാപ്റ്ററിന് അപ്ലിക്കബിൾ അല്ല.
സെക്ഷൻ 100 മുതൽ 111 വരെ 100 മുതൽ 111 വരെ സെക്ഷൻ ഏതൊക്കെ 100 എന്ന് പറയുമ്പോൾ EGM ആണ്. അപ്പോൾ EGM ആവശ്യമില്ല, അതിൻ്റെ അർത്ഥം AGM മാത്രം മതി. ഓക്കെ, ബാക്കിയുള്ളൊക്കെ ബോർഡ് റെസൊല്യൂഷൻ മതി. ബോർഡ് റെസൊല്യൂഷൻ ആകുമ്പോൾ ഇയാൾ തന്നെയാണ്, ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. പിന്നെ നോട്ടീസ് ഓഫ് മീറ്റിംഗ് വേണ്ട, സ്റ്റേറ്റ്മെന്റ് മറ്റേ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് വേണ്ട, കോറം വേണ്ട, ചെയർപേഴ്സൺ വേണ്ട, പ്രോക്സി വേണ്ട, വോട്ടിംഗ് റൈറ്റ്സ്, വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ്, വോട്ടിംഗ് ത്രൂ ഇ മോഡ്, ഡിമാൻഡ് ഫോർ പോള്, പോസ്റ്റൽ ബാലറ്റ്, സർക്കുലേഷൻ ഓഫ് മെമ്പേഴ്സ് റെസൊല്യൂഷൻ. ഓക്കെ, ഇത്രയാണ് സെക്ഷൻസ് 100 മുതൽ 111 വരെ. അപ്പോൾ ഈ സെക്ഷൻസ് ഒന്നും OPCക്ക് അപ്ലിക്കബിൾ ആയിരിക്കില്ല. സെക്ഷൻ 98 പവർ ഓഫ് ട്രൈബ്യൂണൽ ടു കോൾ EGM, അതും അപ്ലിക്കബിൾ ആയിരിക്കില്ല. ഓക്കെ, കാരണം ആരുമില്ലല്ലോ, കൊടുക്കാറുള്ള ആരുമില്ല. പിന്നെ ബിസിനസ് റിക്വയർഡ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് GM. അപ്പോൾ സാധാരണ ജനറൽ മീറ്റിംഗ് നടക്കണം റൂൾ പ്രകാരം. കാരണം 96 ബാധകമല്ല എന്ന് പറഞ്ഞിട്ടില്ല, 100 ബാധകമല്ല, പക്ഷെ 96 ബാധകമാണ് അവർക്ക്, അല്ലേ? അപ്പൊ ജനറൽ മീറ്റിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഡയറക്ടേഴ്സ് വേണമെങ്കിൽ ഒന്നിലധികം ഉണ്ടാവും, പക്ഷെ മെമ്പർ ആയിട്ട് ഒരാളെ ഉണ്ടാവുള്ളൂ, അല്ലേ? ഒറ്റ ആളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ജനറൽ മീറ്റിംഗ് അങ്ങനെ നടക്കണം, എന്താ പറയുക, ഫിസിക്കലി നടക്കണം എന്നല്ല. ഇവിടെ നോക്കി, ഇവിടെ തന്നെ അങ്ങനെ പറയണം. നോക്ക്, ഇൻ കേസ് ഓഫ് OPC ഇറ്റ് ഷാൽ ബി സഫിഷ്യന്റ് ഇഫ് ദ റെസൊല്യൂഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദി മെമ്പർ ടു ദി കമ്പനി. ഒരാളാണ്, പക്ഷെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ട് അങ്ങനെ പറയാണ്. ആൻഡ് എൻറ്റേർഡ് ഇൻ ദ മിനിറ്റ് ബുക്ക് മെയിൻറ്റൈൻഡ് സെക്ഷൻ 118 ആൻഡ് സൈൻഡ് ആൻഡ് ഡേറ്റഡ് ബൈ സച്ച് മെമ്പർ. സച്ച് ഡേറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി ദ ഡേറ്റ് ഓഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? റെസൊല്യൂഷൻ കൊണ്ട് പാസ്സാക്കും, മിനിറ്റ്സ് ബുക്കിൽ ഇയാളുടെ എഴുതും, ഇയാളുടെ സൈൻ ചെയ്യും, എന്നിട്ട് പിന്നെ RSC ആയിട്ട് ഫയൽ ചെയ്യും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല, അല്ലേ? 50T40 ഫയൽ ചെയ്യുക, പരിപാടി കഴിഞ്ഞു. ഇനി ബോർഡ് മീറ്റിംഗ് ആണെങ്കിലോ അതന്നെ, അത് സെയിം തന്നെ. ഇൻ കേസ് ഓഫ് OPC വേർ ദർ ഈസ് ഓൺലി വൺ ഡയറക്ടർ, ഓൺലി വൺ ഡയറക്ടർ ആണെങ്കിൽ കേട്ടോ, വേറെ ഡയറക്ടർമാരുണ്ടെങ്കിൽ ബോർഡ് മീറ്റിംഗിന്റെ അതേ സാധനങ്ങളൊക്കെ വരും. ഇയാൾ തന്നെയാണ് ഡയറക്ടർ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷാൽ ബി സഫിഷ്യന്റ് ഇഫ് ദ റെസൊല്യൂഷൻ ബൈ സച്ച് ഡയറക്ടർ ഈസ് എൻറ്റേർഡ് ഇൻ ദ മിനിറ്റ് ബുക്ക് മെയിൻറ്റൈൻഡ് അണ്ടർ സെക്ഷൻ 118 ആൻഡ് സൈൻഡ് ആൻഡ് ഡേറ്റഡ് ബൈ സച്ച് ഡയറക്ടർ. സച്ച് ഡേറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി ദ ഡേറ്റ് ഓഫ് ബോർഡ് മീറ്റിംഗ്. എല്ലാം ഡീമിംഗ് ആണ്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഇനി ഒന്ന് വായിച്ചോളൂ, മൊത്തത്തിലൊന്ന് വായിക്കണ്ടേ? ക്വസ്റ്റ്യൻ നോക്കണ്ടേ നമുക്ക്? അപ്പൊ ഇന്നലെ എടുത്തതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക വേഗം, ഫുൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഞങ്ങൾക്ക് അയച്ചെന്നില്ലല്ലോ ഇതിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം, ഫുള്ള് വായിക്കട്ടോ.